സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്കുണ്ടായ ഏറ്റവും വലിയ മോചിസത്താണല്ലോ. മോചിസത്തുകൾ ഒരുപാട് ഉണ്ടായിട്ടുണ്ട് റസൂലുള്ളാഹിക്ക്. അതിലേറ്റവും എണ്ണപ്പെട്ട പറയപ്പെട്ട വിശാലമായ സമഗ്രമായ അത്യത്ഭുതകരമായ മോചിസത്താണ് മുസ്തഫ നബി തങ്ങൾക്കുണ്ടായ ഇസ്രാ മിഅ്റാജ്. അത് ഈ മാസത്തിലാണ്, റജബ് മാസത്തിലെ 27-ന് തിങ്കളാഴ്ച ദിവസമായിരുന്നു ഇസ്രാ മിഅ്റാജ് ഉണ്ടായത്. ഹബീബായ നബി തങ്ങൾ 52-ാമത്തെ വയസ്സില് 52-ാമത്തെ വയസ്സില് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വളരെ സന്തോഷത്തോടെ കഴിയുന്ന ഒരു നേരമായിരുന്നു. അതിൻ്റെ ഇടക്കാണ് പെട്ടെന്നൊരു സുപ്രഭാതത്തിൽ എല്ലാമായി വളർത്തുന്ന, താങ്ങായി തണലായി തുണയായി അഭയമായി നിന്നിരുന്ന അബൂ താലിബ് മരണപ്പെടുന്നു. ഉപ്പാപ്പ അബ്ദുൽ മുത്തലിബ് മരിക്കുന്ന സമയത്ത് മുഹമ്മദ് എന്ന പരിശുദ്ധരായ റസൂലുള്ളാഹിന്റെ ഹബീബായ റസൂലുള്ളാഹിന്റെ എല്ലാ നിലക്കുള്ള പരിചരണവും സംരക്ഷണവും ഏൽപ്പിച്ചു കൊടുത്തത് അബൂ താലിബിനെയാണ്. അബൂ താലിബ് റസൂലുള്ളാഹിന്റെ മൂത്താപ്പയാണ്. അബൂ താലിബിനെ ആയിരുന്നു. ആ അബൂ താലിബ് അതാ മരണപ്പെടുകയാണ്. ഹബീബായ നബി തങ്ങളെ മനസ്സ് തകർന്നുപോയി, തളർന്നുപോയി. താങ്ങായ തണലായ തുണയായ ഒരാൾ ഒരു സുപ്രഭാതത്തിൽ വിട പറഞ്ഞു പോകുമ്പോ ആ നഷ്ടം ചെറുതല്ലല്ലോ. വിഷമത്തോടെ ബേജാറോടെയാണ് പോകുന്നതെങ്കിലും ഹബീബായ നബി തങ്ങൾക്ക് പിന്നൊരു സമാധാനം. എല്ലാം കൊണ്ടും ഒരാളുണ്ട് കൂട്ടിന്. അത് ബീബി ഖദീജ. ബീബി ഖദീജ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ എല്ലാ കാര്യത്തിലും പങ്കാളിയായിരുന്നു. സുഖത്തിലും ദുഃഖത്തിലും എല്ലാ കാര്യത്തിലും നബി തങ്ങളെ എല്ലാ നിലക്കും ശാരീരികമായി, മാനസികമായി, സാമ്പത്തികമായി എല്ലാ നിലക്കും ദീനിന് വേണ്ടി സഹകരിച്ചവരെ ഒരാൾ ബീബി ഖദീജ. മുസ്തഫായ നബി തങ്ങളെ പിരിശപ്പെട്ട ഭാര്യയായിരുന്നു. ആദ്യത്തെ ഭാര്യയായിരുന്നു. ഖദീജ റളിയല്ലാഹു അൻഹ മരിക്കുന്നത് വരെ വേറൊരു പെണ്ണ് റസൂലുള്ളാഹി കെട്ടിയിട്ടില്ല. ഹബീബായ നബി തങ്ങൾക്ക് ഇബ്രാഹിം അല്ലാത്ത മറ്റെല്ലാ ആ 3 ആണുമക്കളും 3 പെണ്ണുമക്കളും എല്ലാം ഖദീജന്റേതാണ്. നബി തങ്ങളെ എല്ലാ മക്കളും ഖദീജ ഉമ്മാന്റേതാണ്. ഖദീജ ഉമ്മ ഹയാത്തിലുള്ള കാലത്ത് നബി തങ്ങൾക്ക് 2ാമത് 3ാമതൊരു പെണ്ണ് കെട്ടേണ്ടി വന്നിട്ടില്ല, കെട്ടിയിട്ടില്ല. എല്ലാം കൊണ്ട് ഖദീജയായിരുന്നു. എല്ലാ സപ്പോർട്ടും ഖദീജാന്റേതുണ്ടായിരുന്നു. ഞങ്ങളെ ഭാര്യമാരെ പോലത്തെ ഭാര്യയല്ല ഖദീജ. സുബ്ഹാനല്ലാഹ്. മാണിക്യമലരായ പൂവി മഹദിയാം ഖദീജ ബീവി. സിനിമ പാട്ടല്ല, അത് ഒരു കട്ടിട്ട് എഴുതിയതാണ് വയ്യ. മുന്നേ ഉണ്ട് ആ പാട്ട്. നമ്മളത് ഏടുണ്ട് നല്ലത്, അതിന് വേഗം ഓർ ക്യാച്ചായിക്കോന്നു. അപ്പൊ കാണുന്നില്ല. അതാ ഒന്നിനെ മെല്ലെ ക്യാച്ചാക്കിട്ട് അവിടെ പൊന്തി അപ്പുറത്ത് പിന്നൊന്ന് ക്യാച്ചാക്കി. ഞാൻ വാപ്പി എന്ത് വാപ്പി നല്ലത് ഏടുണ്ട്, അതിന് വേഗം ഓർ സ്വന്തമായിക്കോളും. ഇത് ഈ പാട്ടും അങ്ങനെ. മക്കത്തെ രാജാത്തിയായി വാണിടും ഖദീജ ബി മുന്തി മുഹമ്മദിനെ വേൾക്കുവാൻ തജവല്ല. ആ നിലക്കുണ്ടായിരുന്നു ഖദീജ. ഖദീജ റളിയല്ലാഹു അൻഹ നബി തങ്ങൾക്ക് ഏറെ ഇഷ്ടമായിരുന്നു. എത്ര ക്ഷീണിച്ച് അവശനായി ബേജാറായി വീട്ടിലേക്ക് കടന്നു വന്നാലും സമാധാനിപ്പിക്കാൻ, ഒന്ന് തലോടാൻ, ഒന്ന് ആശ്വസിപ്പിക്കാൻ ഖദീജയുണ്ടായിരുന്നു. നിന്നിട്ട് ഇഖ്റയിന്റെ വചനം കേട്ട് മാലാഖയായ ജിബ്രീലിനെ കണ്ട് ഇഖ്റഹിന്റെ ഭാരവും ചുമന്നിട്ട് ക്ഷീണിച്ച് പേടിച്ച് വിറച്ച് പാഞ്ഞു വന്ന റസൂലുള്ളാഹിനെ തന്റെ ചുമലിലേക്ക് ചാരിക്കെടുത്തിട്ട് ഖദീജ പറഞ്ഞൊരു വാക്കുണ്ട് നബിയേ, തളരണ്ട, തകരല്ല നബിയേ, ധൈര്യം വിടണ്ട. വല്ലാഹി ലാ യുഖ്സികല്ലാഹു അബദാ. അല്ലാഹ് നിങ്ങളെ കൈവിടില്ല. പേടിക്കണ്ട നബിയേ, ഞാനുണ്ട് നബിയേ. എന്തിന് പേടിക്കണം നബിയേ? എന്തിന് ബേജാറാണ് നബിയേ? എന്തിന് ഇത്ര വെപ്രാളപ്പെടണം നബിയേ? ഞാനുണ്ട് നബിയേ എന്ന് പറഞ്ഞിട്ട് എല്ലാം കൊണ്ട് സമാധാനിപ്പിച്ചവരായിരുന്നു ബീബി ഖദീജ. കെട്ടുന്നങ്ങ അങ്ങനത്തെ പെണ്ണിനെ കെട്ടണം. മങ്ങലാണെന്ന് എല്ലാവർക്കും ആശ ഉണ്ടാവും. മങ്ങലാവാത്ത പാലക്കാർക്കും ഉണ്ടാവും, മങ്ങലായോനും ഉണ്ടാവും. എന്നൊന്ന് കെട്ടിറാന്ന്
ഇനി കെട്ടിയിട്ട് ഒരു വേള വയസ്സല്ല അതിന്റെ ശേഷം ഉമ്മ മരിച്ചു, അല്ലെങ്കിൽ മാപ്പിള മരിച്ചു, അല്ലെങ്കിൽ ഉമ്മാമ മരിച്ചിന്, ആരെങ്കിലും ഒരാൾ മരിച്ചിനെങ്കിലും മറ്റാൾക്ക് ഒരു ആസ ഉണ്ടാവും. ചേ ഇപ്പൊ ഒന്നും ഉണ്ടായി, നല്ല ഉണ്ടായി എന്നിനി വയസ്സകാലത്ത് ഇതമ്മ തക്കിടണമെന്നില്ലല്ലേ, ചായ കൊണ്ടു, ഗ്ലാസ് കൊണ്ടു, തുപ്പുന്ന പാത്രം കൊണ്ടു പോകണ്ട ഗുണത്തരല ഞാൻ. അപ്പൊ ഇന്നൊന്ന് കിട്ടിനെങ്കിൽ നല്ല ഉണ്ടായി, എല്ലാവർക്കും ഒരു ആസ ഉണ്ടാവും. എന്നാ കെട്ടുന്നെങ്കിൽ ഇങ്ങനെ തന്നെ കെട്ടിക്കോ. ആരാസം ഉണ്ടെങ്കിൽ മോശമില്ല, ആർക്ക് കൊതി ഉണ്ടെങ്കിൽ മോശമില്ല. നിങ്ങൾക്ക് അങ്ങനെ കെട്ടണമെന്നുണ്ടാ കെട്ടിയോറേന് സബർ എടുക്കണം, വേറെ ഒന്നും വൃത്തിയില്ല. കൂർക്കം വലിച്ചിട്ട് ഉറങ്ങി അണിച്ചിട്ട് പിന്നെ കൂർക്കം വലിക്കുന്ന അങ്ങനെ ഉറക്കൽ വലിക്കണോ? കൂർക്കം എണിച്ചിട്ട് പിന്നെ കൂർക്കം വലിക്കണമെങ്കിൽ മനസ്സുണ്ടെങ്കിലും ഒന്നും എന്താക്കാനാന്നില്ല. കെട്ടുന്ന ഇങ്ങനത്തെ പെണ്ണോട്ടോ, പെണ്ണിട്ടാൻ എല്ലാവർക്കും ആസയില്ലേ ഇല്ലേ? എല്ലാവർക്കും അത് ഏത് സൂപ്പിക്കുണ്ടോ? ഒരു ഉമ്മാമന്റെ കയ്യും പിടിച്ചിട്ട് ഒരു പുള്ളിക്കട ഉറൂസിന് പോയി കൊണ്ടുണ്ടായില്ലോ. ഈ ഊടുത്തു കഴിഞ്ഞ കൊല്ലത്ത് ഉറൂസ വേറെ ഉറൂസ് എന്നറിയാല. ഉമ്മാമാന്റെ കയ്യും പിടി, ഉമ്മ 70-80 ആണ്ടാവും വയസ്സെത്തി, ബെത്തലും തിന്നോണ്ട് ഇങ്ങനെ പോന്നു. പുള്ളിക്കിടാവിന്റെ കയ്യും പിടിച്ചോണ്ട് അങ്ങനെ പോകുമ്പോ ഒരു തമാശന്റെ ഒരാൾ, ഞങ്ങളെ ഉസ്താദിനെ പോലത്തെ ഒരു വയസ്സിന്റെ ഒരാൾ, ഒരു 40-45 ഒരാള് എതിർന്ന് വന്നോണ്ടുണ്ടായി. ഈ ഉമ്മാൻ അറിയുന്ന ആള്, സംബന്ധമൊക്കെ എല്ലോക്കും. അങ്ങനെ വന്നിട്ട് ഇങ്ങനെ കിടാൻ്റെ അടുത്തേക്ക് ഇങ്ങനെ പോകുമ്പോക്ക് എന്തേരാ ഇത് ഉറൂസിനാ ഒക്കെ മാഷാ അല്ലാ, ഇതാര് ഉമ്മാവ? ഉപ്പാപ്പ ഉണ്ടു, നീ എന്താ കൈ പിടിച്ചിനെ? ഉപ്പാപ്പ മരിച്ചിട്ടില്ല. അപ്പൊ മരിച്ചു. ഉപ്പാപ്പ മരിച്ചെങ്കിൽ എന്താക്കണോ? നല്ലതൊന്നും ഉണ്ടായിനെങ്കിലും ഒന്ന് കെട്ടിച്ചില്ലെങ്കിൽ നല്ല ഉണ്ടായി ഉമ്മാമാക്ക്. അയാളൊരു തമാശ ചെല്ലിട്ടാകുമ്പോ ഈ പുള്ളി കിടാന് ചൂടായി. നിങ്ങന്ത് എന്തെല്ലാം പിരാന്ത് പകൽ ഉമ്മാമന്റെ എതിർലി, അതും വയസ്സിന്റെ ഒരു എതിർലി, എന്നൊരു പെണ്ണ്, എന്നൊരു മാപ്പിളക്ക് ബാധ്യത, അങ്ങനെ ഇങ്ങനെ നിങ്ങൾ പോയിരിക്കാം എന്നിങ്ങനെ ചെല്ലുമ്പോ അയാളായി മായായി എന്നിട്ട് അയാൾ പോയി. ഈ കേട്ട മനുഷ്യൻ പോയി. അയാൾ അപ്പുറം പോകുമ്പോ ഈ ഉമ്മാമ കിടാവിന്റെ ചെന്നോലോ, ആരെങ്കിലും കാര്യത്തിന്റെ വിഷയമുണ്ടോ, നീ അങ്ങനെ ചൂടാവണ്ട, സംഗതി അയിമൊക്കെ ഉണ്ടോന്ന് കെട്ടിനെ നല്ല ഉണ്ടായി, ആരെങ്കിലും കാര്യം ചെല്ലുമ്പോ നീ ചൂടാവണ്ട എന്നാ ഉമ്മ ചെന്നോലോ. അല്ല ചിരിക്കാൻ പറഞ്ഞല്ല, ആസ എല്ലാവർക്കും ഉണ്ടാവും. എന്നാ ആസ ഉണ്ട് പറഞ്ഞിട്ട് അങ്ങനെ തന്നെ കെട്ടണ്ട. ബയ്യ ആപത്ത് പിടിക്കും, ബയ്യ പെരല കടിക്കേണ്ടി വരും. നല്ല പെണ്ണിനെ കെട്ടിക്കോ. ബീവി ഖദീജ തങ്ങളെ മഹദിയെ പോലെ ഇരിക്കട്ടെ. ഞാൻ ആ ഭാഗം പോകുന്നില്ല, എന്റെ വിഷയം അതല്ല, ഞാൻ ഉദ്ദേശിച്ച വിഷയവും അതല്ല. താങ്ങായി, തണലായി, തുണയായി, അഭയമായി, ശ്രീരക്ഷയായി എല്ലാമായിട്ട് നിന്നിരുന്ന ഖദീജ, ആ ഖദീജയും അതാ അബൂ താലിബ് മരണപ്പെട്ടിട്ട്, വളർത്തച്ഛനായ മുത്താപ്പയായ അബൂ താലിബ് മരണപ്പെട്ടിട്ട് 3 മാസം തികയുന്നതിന് മുമ്പ് ഖദീജ ഉമ്മ ലോകത്തോട് വിട പറഞ്ഞു. ഹബീബായ റസൂലുള്ളാഹ് ഒറ്റപ്പെട്ടു. എല്ലാം കൊണ്ടും ഏകാന്തനായി, എല്ലാം കൊണ്ടും ഒറ്റക്കായി. മാത്രമല്ല ദുഃഖത്തിന്റെ മേലെ ദുഃഖമായി. ഒരു ഭാഗത്ത് ശത്രുക്കളുടെ ആക്രമണ, കല്ലെറിയല്, ഭീകരമായ മർദ്ദനോ, അവഹേളനോ, പരിഹാസ. അതിന്റെ കൂടെ ഇപ്പൊ ഇതാ വേണ്ടപ്പെട്ടവരുടെ, ഉറ്റവരുടെ മരണം. ഇതിനേക്കാളേറെ തളരാൻ വേറെ കാര്യം വേണോ? വളരെ ദുഃഖത്തോടെ, വിഷമത്തോടെ റസൂലുള്ള സമയം അങ്ങനെ പിന്നെ കഴിഞ്ഞു പോകുമ്പോ അല്ലാഹു തആല വിളിക്കുന്നു, നബിയേ വിഷമിക്കല്ല നബിയേ, ബേജാറാവല്ല നബിയേ, നിങ്ങ ഒറ്റക്കല്ല നബിയേ, ഞാനുണ്ട് നബിയേ എന്ന് പറഞ്ഞിട്ട് അല്ലാഹു തആല അല്ലാഹുവിലേക്ക് വിളിപ്പിച്ചിട്ട് ധൈര്യം കൊടുത്ത സംഭവമാണ് മുസ്തഫായ നബി തങ്ങൾക്കുണ്ടായ മിഅ്റാജ്. അന്നെ അങ്ങനെ ടൂർ പോയിനൊന്നും അല്ല, അതല്ല വിളിപ്പിച്ച്. ആര് പറഞ്ഞു നബിയെ നിങ്ങൾ ഒറ്റക്ക്, നിങ്ങൾ ഇത്ര ടെൻഷൻ അടിക്കുന്നത്? ആര് പോയെങ്കന്തേ ഞാനില്ലേ? ആര് കല്ലെറിഞ്ഞെങ്കന്തേ ഞാനില്ലേ? ഞാനില്ലേ? വരൂ നബിയേ, ഞാനുണ്ട് നബിയേ. ലാ തഖഫ് അബ്ശിർ തുനാജി റബ്ബക്കൽ ഖയ്യൂമാ. നബിയേ ഞാനുണ്ട് നബിയേ, കൈവിടില്ല നബിയേ. ഉമ്മുഹാനിയുടെ വീട്ടിൽ റസൂലുള്ള പറങ്ങുകയായിരുന്നു, പരിശുദ്ധമായ കഅബയുടെ ചാരത്ത്. ഉമ്മുഹാനി ആരാ? നബി തങ്ങളെ ഭാര്യമാരിൽ ഒരാളും ഉമ്മുഹാനി എന്ന പേരുള്ള പെണ്ണുങ്ങളില്ല. നബി തങ്ങളെ പെണ്ണുമക്കളിൽ ഒരാൾക്കും ഉമ്മുഹാനി എന്ന പേരില്ല. പിന്നെ ഏതാണ് ഈ ഉമ്മുഹാനി? നിങ്ങൾക്ക് തിരിയുന്നില്ലേ? ഇല്ലേ? നിങ്ങളല്ലേ? ഞാൻ കടപ്പുറത്ത് പോയാൽ പറഞ്ഞല്ലേ? നിങ്ങക്ക് തിരിയുന്നല്ലേ? നിങ്ങൾ തല ആട്ടണോ? നിങ്ങൾ ഈ ഊതിയ പുക പോലെ ദമ്മു പിടിച്ചിട്ടിരിക്കണ്ട.
നിങ്ങൾ കുറച്ച് റിലാക്സിൽ നല്ല സമാധാനത്തിൽ റീപ്ലേ എല്ലാം തരണം. നിങ്ങളെ ഭാഗത്ത് ഒരു ചെറിയ നിലക്കുള്ള റിയാക്ഷൻ വേണം. സലാത്ത്, ആമീന്, കൂറ്റി, കുറച്ച് തലാട്ടുന്നെല്ലാം കാണുമ്പോ എനക്ക് തോന്നുന്നു കുറച്ച് ചെല്ലിറക്കി. ഒന്നാമതെന്താ പറഞ്ഞാ, നിങ്ങൾ കേൾക്കുന്നില്ല, നിങ്ങൾ ശ്രദ്ധിക്കുന്നില്ല, നിങ്ങൾക്ക് തിരിയുന്നില്ല എന്നല്ല, ഞങ്ങൾക്ക് നല്ലോണം ക്ഷീണമുണ്ട്. ഞാൻ ഈ ക്ഷീണം പാടാൻ പറഞ്ഞല്ല, മനുഷ്യന്മാരല്ലേ, പെട്രോളിന്റെ ഭായി നല്ലല്ലേ, ഈ ഇറ്റും തല്ല ഇതെന്റെ ചോരന്നെ ആണോ എനിക്ക്. അപ്പൊ ക്ഷീണമുണ്ട്. അപ്പൊ ആ ക്ഷീണം മറക്കാൻ നിങ്ങൾ ഈ ആക്ഷനാണ് ഞങ്ങൾക്ക് മുഖ്യം. ഞങ്ങൾക്കൊരു എനർജിയാണത്. നിങ്ങൾ ആ ഒരു റീപ്ലൈ, നിങ്ങളെ പ്രതികരണം, നിങ്ങൾ ആ സലാത്തിന്റെ കൂറ്റി, ആമീനിന്റെ ആ ഒരു ജിഗറ്, മാഷാ അല്ലാഹ്, ഞങ്ങൾക്ക് സന്തോഷം നൽകും. അല്ലാഹു തആല ഞങ്ങളെ സന്തോഷം ദുനിയാവിലും ആഖിറത്തിലും നന്നായി നിലനിർത്തി തരട്ടെ. ഞങ്ങളെ ഇൽമല്ല നാഫിയാക്കട്ടെ, ഞങ്ങളെ ഇൽമല്ല നാഫിയാക്കട്ടെ. നാഫിയായ ഇൽമ അല്ലാഹു തആല ഏറ്റി തരട്ടെ. ഞങ്ങളെ ഇൽമ അല്ലാഹു നാഫിയാക്കട്ടെ. ഉമ്മഹാനിയുടെ വീട്ടിൽ റസൂലുള്ള ഉറങ്ങുമ്പോ, ഉമ്മഹാനി ആരറിയുമ്പോ അബൂ താലിബിന്റെ മകളാണ്. അതായത് ഒരു കണക്കിന് അലിയാർ തങ്ങളെ സഹോദരിയും കൂടിയാണ്. ഈ ഉമ്മഹാനിയുടെ വീട്ടിലായിരുന്നു അബൂ താലിബിന്റെ മരണശേഷം പിന്നെല്ലാം റസൂലുള്ള. ഖദീജ ബീവിയുടെ മംഗലം കഴിഞ്ഞതും ആ ഉമ്മഹാനിന്റെ പേരിൽ, അല്ലാണ്ട് ഹാളിലല്ല. ഉമ്മഹാനിയുടെ വീട്ടിൽ ജീവിക്കുന്ന കാലത്താണ് മുസ്തഫ നബി തങ്ങളെ കല്യാണം വരെ നടക്കുന്നത്. പിന്നീട് ഒരുപാട് കാലം അവിടെ പാർത്തിട്ടുമുണ്ട്. അങ്ങനെ പാർക്കുന്നതിന്റെ ഇടയിൽ ഒരു ദിവസം അതാ രാത്രി മച്ചിന്റെ ഭാഗത്ത് നിന്ന് ഇങ്ങനെ പിളർന്നിട്ട്, എന്താ പറയാ, മാട് പിളർന്നിട്ട്, തിരിഞ്ഞല്ലേ എനിക്ക്, മാടങ്ങനെ പിളർന്നിട്ട് 3-4 ആൾക്കാർ വെള്ള വസ്ത്രധാരികൾ ഇറങ്ങി വരുന്നു. ഇറങ്ങി വന്നിട്ട് റസൂലുള്ളയോട് പറയുകയാണ്, പൊന്നാര നബിയേ എണീറ്റോളൂ, പോകാലോ. ഹബീബായ റസൂലുള്ളാഹി തങ്ങളെ എണീറ്റ നേരം ആ വന്ന മലക്കുകള് അവിടെ നിന്നതാ വലതുഭാഗത്ത് ജിബ്രീലുണ്ട്, ഇടഭാഗത്ത് മീകായീലുണ്ട്, വേറെ 3-4 മാലാഖമാർ ഒന്നിച്ചിട്ടുണ്ട്. അവരെല്ലാവരും അവിടെ വരുന്നു. മുസ്തഫ നബി തങ്ങളെ ഉണർത്തുന്നു. എന്നിട്ട് നബി തങ്ങളെ അതാ നെഞ്ചി പിളർക്കുകയാണ്, നെഞ്ഞു കീറുകയാണ്, ഹാർട്ട് പുറത്തെടുക്കുകയാണ്. നെഞ്ഞങ്ങ് കീറിയിട്ട് ഓപ്പറേഷൻ നടത്തുന്നു. മുസ്തഫ നബി തങ്ങളെ ഹൃദയത്തിൽ നിന്നിട്ട് എന്തോ ഒരു സാധനം പുറത്തെടുത്തിട്ട് അവിടേക്ക് അല്ലാഹു ഈമാനും നൂറും ഹിദായത്തും എല്ലാം അവിടെ നിന്നിട്ട് കൊടുക്കുന്നു. നബി തങ്ങൾ അങ്ങനെ പലവട്ടവും സർജറിക്ക് വിധേയമാക്കപ്പെട്ടിട്ടുണ്ട്. ഒന്നിതായി മിറാജിന് പോകുന്ന രാത്രി, പിന്നൊന്ന് പണ്ട് 5 വയസ്സ് 5-6 വയസ്സില് ലംറത്തിന്റെ കൂടെ മൈതാനിയിൽ ആടുമേച്ച് നടക്കുന്ന കാലത്ത് പണ്ട് ഹലീമ ബീവിയുടെ കൂടെ ജീവിക്കുമ്പോ ഹലീമ ബീവിയുടെ മകൻ ലംറത്തിന്റെ കൂടെ ആടുമേക്കാൻ വേണ്ടി പോയിരുന്ന സന്ദർഭം 5-6-7 വയസ്സ്. ആ പ്രായത്തിലും ഇതുപോലൊരു സർജറി മലായികത്തീങ്ങൾ നടത്തിയിരുന്നു. ഈ മച്ച് തകർത്ത്, മച്ച് പിളർന്ന്, മാട് പിളർത്തിയിട്ട് ഇറങ്ങി വന്ന ശുഭ്രവസ്ത്രധാരികൾ ആരറിയുമോ? അവർ മാലാഖമാരാണ്, അള്ളാന്റെ മലായികത്തീങ്ങളാണ് ജിബ്രീലിന്റെ നേതൃത്വത്തില്. ഇവിടെ അതാ 3ാമതും ഒരു സർജറി നടക്കുന്നു. മറ്റൊരു ഓപ്പറേഷൻ നടന്നത് ഹബീബായ നബി തങ്ങൾക്ക് ഇഖ്റഇന്റെ വചനം ഇറങ്ങിയപ്പോ ഹിറാ ഗുഹയില് ജിബ്രീൽ വന്നിട്ട് ഇഖ്റ ബിസ്മി ഓതി കൊടുക്കുന്നതിന് മുമ്പ് നബി തങ്ങളെ ഹാർട്ട് ഓപ്പറേഷൻ നടത്തുന്നു. എന്തിനാ ഹാർട്ട് ഓപ്പറേഷൻ നടത്തിയേ? ബ്ലോക്ക് ഇല്ലാഞ്ഞി, ബ്ലോക്ക് ഉള്ളവനെ കൊണ്ടെടുത്തിനൊന്നുമല്ല. അത് അല്ലാഹു തആല അവൻ തെരഞ്ഞെടുത്ത മഹാനരെ ആ നിലക്ക് ഒന്നും കൂടി സ്ഫുടം ചെയ്തെടുക്കുകയാണ്. അതിൽ നിന്ന് എടുത്തിട്ട് പുറത്തിടേണ്ടത് പുറത്തിട്ടിട്ട് നുറക്കേണ്ടതെല്ലാം അല്ലാഹു നുറക്കുന്നു. ഞാൻ ആ ഭാഗം വിസ്തരിക്കുന്നില്ല. ഏതായാലും മുസ്തഫ നബി തങ്ങളെ ആ നിലക്ക് നെഞ്ചു പിളർക്കപ്പെട്ടോ പൂർവ്വസ്ഥിതിയിലാക്കി. സെക്കൻഡുകൾക്കുള്ളിലാണ് ഇതെല്ലാം. എല്ലാരും സെക്കൻഡുകൾക്കുള്ളിലാണ് ഇതെല്ലാം നടക്കുന്നത്. ഇതിന്റെ അപ്പുറത്തുള്ള കുറെ മണിക്കൂറുകളൊന്നുമില്ല. എല്ലാം കഴിഞ്ഞിട്ട് മുസ്തഫ നബി തങ്ങളെ വിളിച്ചിട്ട് ജിബ്രീൽ പറഞ്ഞു, നബിയേ പോകാലോ. ഹബീബായ നബി തങ്ങളെ അതാ നേരെയുള്ള ഡോറ് തുറന്നിട്ട് വന്നത് മുകൾ ഭാഗം പിളർത്തിയിട്ടാണെങ്കിലും ജിബ്രീൽ നബി തങ്ങളെ കൂട്ടിക്കൊണ്ടുപോകുന്നത് ഫ്രണ്ടിലുള്ള ഡോറ് ഓപ്പൺ ആക്കിയിട്ടാണ്. അവിടെ അതാ ഒരു വാഹനം കെട്ടിയിടപ്പെട്ടിട്ടുണ്ട്. ആ വാഹനത്തിന്റെ പേരാണ് ബുറാഖ്.
ബർക്കം ചെല്ലെങ്കിൽ മിന്നറിയല് മിഞ്ചു മിഞ്ചു സിഡുളു മിഞ്ചു അല്ലേ? അതിൽ സിഡുളു അല്ല മിഞ്ചു മിന്നറിയും വേഗത്തിൽ പായുന്നത് കൊണ്ടാണ് ഭയങ്കര സ്പീഡും ചെല്ലെങ്കിൽ 110 അല്ല, അതിന്റെ കാലം അപ്പുറം വല്ലാത്തൊരു ഒരു വാഹനം, ഒരു മൃഗം. അത് മുസ്തഫ നബി തങ്ങൾക്ക് വേണ്ടി മാത്രം ഒരുക്കപ്പെട്ടതല്ല, അത് മുമ്പ് ഒരുപാട് നബിമാർ അതിന്റെ മുകളിൽ സഞ്ചരിച്ചിട്ടുണ്ട്. അതൊരു വിശേഷപ്പെട്ട ഒരു വാഹനമായി അള്ളാഹു കൊടുത്ത മൃഗമാണ്. അത് സ്വർഗലോകത്തും അവർക്കുണ്ട്. അതിന്റെ നടത്തം, അതിന്റെ ബോഡി ഷേപ്പ് എല്ലാം, അതിന്റെ സ്പീഡ്, അതൊക്കെ ഹദീസിന്റെ കിതാബുകളിലുണ്ട്. അത് പ്രത്യേകമായ ഒരു യാത്രയായിരുന്നു ആ വാഹനപ്പുറത്ത്. അതായത് താഴ്ന്ന ജാഗക്ക് ഇങ്ങനെ പോകുമ്പോ, ഇറങ്ങുന്ന സ്ഥലത്ത് കൂടി ആ മൃഗത്തിന്റെ മേലെ പോകുമ്പോ ആ മൃഗത്തിന്റെ എതിർഭാഗം കുണിയലില്ല. ഞമ്മിപ്പോ ബൈക്കിൽ പോകുമ്പോ, സൈക്കിളിൽ പോകുമ്പോ, ജീപ്പിൽ പോകുമ്പോ, ഒരു കീച്ചലില് പോകുന്നെങ്കിൽ ഞമ്മ എല്ലാരും ഡൗൺ ആന്നില്ലേ? നിങ്ങൾ ആയിട്ടില്ലേ? അല്ല ജീപ്പിൽ പോയിട്ടില്ലേ? പക്ഷേ ഈ ബുറാക്കാണ് ഡൗൺ ആവലില്ല. എന്നൊരു കയറ്റം കയറുമ്പോ എല്ലാവരും ബാക്കിലേക്ക് ഡൗൺ ആവും. അവലെ വണ്ടിയിലെല്ലാം, ബസ്സാണെങ്കിലും എല്ലാം അങ്ങനല്ലേ. എന്നാ ബുറാക്ക് എന്ന വാഹനം ബാക്കിലേക്ക് ഡൗൺ ആവലില്ല. സ്വഹിയായ ഹദീസിൽ കാണാം, ഏത് സമയത്തും അത് ലെവലാണ്. ആ നിലക്കായിരുന്നു ഇറങ്ങുന്ന നേരത്ത് അതിന്റെ താളത്തിന് ലെവലാവാൻ അതിന്റെ കൈകളെ അല്ലാഹു ഉയർത്തുമായിരുന്നു. കയറുന്ന നേരത്ത് അതിന്റെ താളത്തിൽ ലെവലാകാൻ അതിന്റെ കാലുകളെ അല്ലാഹു പൊന്തിക്കുമായിരുന്നു. വിശേഷപ്പെട്ട മൃഗമാണ്, വല്ലാത്ത സ്പീഡാണ്, അത് വല്ലാത്തൊരു മൃഗമാ. നീട്ടിപ്പരത്തി പറയുന്നില്ല. മുസ്തഫായ നബി തങ്ങളെയും കൂട്ടിക്കൊണ്ടുവന്ന് ജിബ്രീൽ അതിന്റെ മുകളിലേക്ക് കയറാൻ വേണ്ടി പറയുന്ന നേരത്ത് ആ വാഹനം സമ്മതിക്കുന്നില്ല. ജിബ്രീൽ കെട്ടി, എന്തു പറ്റി? എന്തായി മൃഗമ്? എന്തായി ബുറാക്ക്? ഇതാരറിയുമോ? റസൂലുള്ളയാണ്, ഹബീബുള്ളയാണ്, അഷ്റഫുൽ വറയാണ്. ആ നബിയെ കയറ്റാൻ സമ്മതിക്കുന്നില്ലെന്നോ? അപ്പോഴാണ് ആ ബുറാക്ക് സംസാരിക്കുന്നത്, അങ്ങനെയല്ല, എനിക്കേറെ ഇഷ്ടമാണ് നിങ്ങളെ കയറ്റിയില്ലെങ്കിൽ പിന്നെ എന്റെ പുറത്ത് ആരെ കയറ്റാനാണ്? നിങ്ങളെ കൊണ്ടുപോയില്ലെങ്കിൽ പിന്നെ ഞാൻ ആരെ കൊണ്ടുപോകാൻ വേണ്ടി പടക്കപ്പെട്ട മൃഗമാണ്, വാഹനമാണ്. നിങ്ങളെ കൊണ്ടുപോവുക തന്നെ ചെയ്യും നബിയേ. പക്ഷേ എനിക്കൊരു ഉറപ്പ് തരണം നബിയേ, നാളെ സ്വർഗലോകത്ത് നിങ്ങളെ ജിവാറില്, നിങ്ങളെ ചാരത്ത്, നിങ്ങളെ സമീപത്ത് ഞാനും ഉണ്ടാകുമല്ലോ നബിയേ. എന്നെ കൈവിടില്ലല്ലോ നബിയേ. ഈ ഒരു ഉറപ്പ് എനിക്ക് കിട്ടിനെങ്കിൽ നന്നായിരുന്നു നബിയേ. സ്വർഗത്തിലാണ് എന്നത് നേരാൻ ആ ഒരു ഉറപ്പിന്റെ ആവശ്യമില്ല. സ്വർഗത്തിൽ എവിടെയോ ആയിട്ട് കാര്യമില്ല. നിങ്ങളെ ജിവാറിലാകണം നബിയ, നിങ്ങളെ സമീപത്താകണം നബിയ, നിങ്ങളെ കാണുന്നിടത്താകണം നബിയ, എന്നെങ്കിൽ എനിക്ക് വലിയ റാഹത്താണ് നബിയ എന്ന് പറഞ്ഞപ്പോ റസൂലുള്ളാഹി പറഞ്ഞു, അങ്ങനെ ആവട്ടെ. അപ്പോഴാണ് ആ ബുറാക്ക് എന്ന വാഹനം നബി തങ്ങളെ കയറ്റുന്നത്. നീണ്ട ചരിത്രമാണത്, വിശദമായ സമഗ്രമായ ഹദീസാണത്. മുസ്തഫായ നബി തങ്ങൾക്ക് ഒരുപാട് അനുഭവങ്ങൾ സമ്മാനിച്ച യാത്രയാണ് ഇസ്രാ മിഅ്റാജ്. ഒരു രാത്രിയിലെ നിമിഷങ്ങൾക്കുള്ളിൽ, അതല്ലെങ്കിൽ ഒരു മണിക്കൂറിന്റെ ഉള്ളിൽ, ചില ഇമാമിങ്ങൾ പറഞ്ഞു 3 മണിക്കൂറിന്റെ ടൂർ ആയിരുന്നു ആ യാത്ര. ഇസ്രാ മിഅ്റാജ് ടോട്ടൽ 3 മണിക്കൂറായിരുന്നു. 3 മണിക്കൂറത്തിലൊന്നും സാധാരണ മനുഷ്യനെ കൊണ്ടാവേല. കാരണം മക്കയിൽ നിന്ന് ബൈത്തുൽ മുഖദ്ദസ്, അതായത് ഫലസ്തീനിലെ ബൈത്തുൽ മുഖദ്ദസ്, മക്ക ഉള്ളത് സൗദി അറേബ്യയിലാണ്, ബൈത്തുൽ മുഖദ്ദസ് ഉള്ളത് ഫലസ്തീൻ ഇസ്രായേലിന്റെ ഭാഗത്താണ്. അല്ലേ? നമുക്ക് അറിയാലോ അല്ലേ? എങ്കിൽ ഒരു ഒട്ടകപ്പുറത്ത് വാഹനത്തിൽ സഞ്ചരിക്കുന്നെങ്കിൽ, വാഹനം ഒട്ടകത്തിന്റെ മുകളിൽ ഇരുന്നിട്ട് പോന്നെങ്കിൽ 3 മാസത്തെ വഴി ദൂരമുണ്ട് മക്കത്തുനിന്ന് ബൈത്തുൽ മുഖദ്ദസിലെ. ഇന്നത്തെ വണ്ടി, കാറും മറ്റു പ്ലെയിനെല്ലാണെങ്കിൽ അതിനനുസരിച്ചുള്ള ദൂരം ഉണ്ടാവും. പക്ഷേ ഈ മൃഗം കൊണ്ട്, ഈ മൃഗത്തിന്റെ മുകളിൽ കയറിയിട്ട് ഹബീബായ റസൂലുള്ള നിമിഷങ്ങളെ കൊണ്ടാണ് അവിടെ എത്തിയത്. ആ പോകുന്നതിന്റെ ഇടയിൽ ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ഒരുപാട് കാഴ്ചകൾ കണ്ടു. എണ്ണിയാൽ തീരാത്ത കാഴ്ചകൾ കണ്ടു. മക്കയിൽ നിന്ന് ബൈത്തുൽ മുഖദ്ദസിലേക്ക് ഈ ബുറാക്ക് എന്ന വാഹനപ്പുറത്ത് പോയ ആ യാത്രയുടെ പേരാണ് ഇസ്രാ. ബൈത്തുൽ മുഖദ്ദസ് പള്ളിയിൽ നിന്ന് 7 ആകാശങ്ങളും കടന്ന്, അതിന്റെ അപ്പുറവും കടന്ന് രാജാതിരാജനായ അല്ലാഹനെ കണ്ടിട്ട് വന്ന യാത്രയുടെ പേരാണ് മിഅ്റാജ്. ഇസ്രാ
മിഅ്റാജ്. ഇസ്രാ മിഅ്റാജ് വാഹനപ്പുറത്ത്, ബുറാഖെന്ന വാഹനപ്പുറത്ത് മക്കയിൽ നിന്ന് ബൈത്തുൽ മുഖദ്ദസിലേക്ക് പോയതായ ആ യാത്രയുടെ പേരാണ് ഇസ്രാ. ആ ഇസ്രാ യാത്രയിലും അതിന്റെ അപ്പുറമുള്ള മിഅ്റാജിന്റെ യാത്രയിലും ഹബീബായ നബി തങ്ങൾ ഒരുപാട് അത്ഭുതങ്ങൾ കണ്ടോ, ദൃഷ്ടാന്തങ്ങൾ കണ്ടോ. പരിശുദ്ധ ഖുർആൻ തന്നെ പറഞ്ഞത് അങ്ങനെയാണല്ലോ. നിങ്ങളെ യാത്ര കൊണ്ടുപോകുന്നതിനറിയോ, സുബ്ഹാനല്ലദീ അസ്റാ ബിഅബ്ദിഹി ലൈലൻ മിനൽ മസ്ജിദിൽ ഹറാമി ഇലൽ മസ്ജിദിൽ അഖ്സല്ലദീ ബാറക്നാ ഹൗലാ ലിനുരിയഹു മിൻ ആയാതിനാ ഇന്നഹു ഹുവസ് സമീഉൽ ബസീർ. പരിശുദ്ധമായ മസ്ജിദുൽ ഹറമിൽ നിന്ന്, മക്കയിൽ നിന്ന് മസ്ജിദുൽ അഖ്സയിലേക്ക് അങ്ങേയറ്റത്തെ പള്ളി എന്നാണ് അതിന്റെ പേര്. അതിന്റെ അർത്ഥം മസ്ജിദുൽ അഖ്സ എന്ന് പറഞ്ഞെങ്കിൽ അങ്ങേ തലക്കുള്ള പള്ളി എന്നാണ്. അതായത് ബൈത്തുൽ മുഖദ്ദസ്. ഇത് ജൂതന്മാരുടെ തേരോട്ടങ്ങൾ, ജൂതന്മാരുടെ ആക്രമണങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്ന മുസ്ലിമീങ്ങളെ ആദ്യത്തെ ഖിബലയായ പരിശുദ്ധമായ ബൈത്തുൽ മുഖദ്ദസ് എത്രയോ മഹാന്മാർ, നല്ലവരായ പ്രവാചകന്മാർ, നബിമാർ, ഔലിയാക്കന്മാർ, അവരൊക്കെയും മറവിട്ട് കിടക്കുന്ന പുണ്യഭൂമിയാണ് ബൈത്തുൽ മുഖദ്ദസ്. ഇന്ത്യ മഹാരാജ്യത്തിന് സ്വാതന്ത്ര്യം നേടിത്തരാൻ വേണ്ടിയിട്ട് നല്ലോണം പടപൊരുതിയ ആളാണല്ലോ. ബ്രിട്ടീഷുകാരുടെ മുമ്പിൽ നെഞ്ചി വിരിച്ച പടപൊരുതിയ ആളാണല്ലോ മഹാനായ മൗലാന മുഹമ്മദ് അലി ജൗഹർ. ആ മുഹമ്മദ് അലി ജൗഹർ തങ്ങളുടെ മഖ്ബറയും ബൈത്തുൽ മുഖദ്ദസിന്റെ ചാരത്താണ്. മൂസാ നബിയുടെ ഖബർ എവിടെയാണ്? മറ്റൊരുപാട് നബിമാർ അവരുടെ എല്ലാവരുടെയും സാന്നിധ്യം കൊണ്ട്, അവരുടെ ഖബറുകളെ കൊണ്ട് ബിഖുബൂരിൽ അംബിയായി വസ്സാലിഹീൻ ബാറക്നാ ഹൗലഹു. ആ പരിശുദ്ധമായ പള്ളിയിലേക്കാണ് നബി തങ്ങളെ കൂട്ടിക്കൊണ്ടുപോകുന്നത്. മറ്റേന്നാണത്, അതിന്റെ വാർഷികമാണ് ഇൻഷാ അല്ലാഹ്. മറ്റൊന്ന് ബുധനാഴ്ച അസ്തമിച്ച വ്യാഴാഴ്ച രാത്രി മിഅ്റാജ് രാത്രി. എപ്പോഴത്തെ പോലെ അന്നു രാത്രി എന്താക്കണ്ട, ഷവർമ തിന്നാൻ വേണ്ടിയിട്ട് നാട് ചുറ്റാൻ നിൽക്കണ്ട. അന്ന് കുറച്ച് ഓത്തും ബൈത്തും ദിക്റും കാര്യമെല്ലാം പോകണം. പിറ്റേന്ന് ചെറിയൊരു നോമ്പും ഉണ്ട്, വലുതല്ല, ചെറുത് നോമ്പായെങ്കും കൂലി ഭയങ്കരം. ഇൻഷാ അല്ലാഹ് സമയം ഉണ്ടെങ്കിൽ ഞാൻ അങ്ങോട്ട് വരാം. ഏതായാലും ഈ യാത്ര ഒന്നാമത് റസൂലുള്ളാഹി തങ്ങൾക്ക് ഒരു ധൈര്യം കൊടുക്കാൻ, ഒരു സമാധാനം കൊടുക്കാൻ, അള്ളാനൊന്ന് കാട്ടിയിട്ട്, അള്ളാഹിലേക്ക് ഒന്ന് വിളിപ്പിച്ചിട്ട്, ഒരു വിരുന്നെല്ലാക്കിയിട്ട് നബി തങ്ങളെ കൂടെ ഞാനുണ്ട്, നിങ്ങൾ ഒറ്റക്കല്ല നബിയെ, ഈ വഴിയിൽ നിങ്ങൾ ഒറ്റക്കല്ല, ഞാനുണ്ട്, നിങ്ങൾ എന്റെ എല്ലാമാണ്, നിങ്ങൾ എന്റെ ഹബീബാണ്, നിങ്ങൾ എന്റെ എല്ലാമാ എന്ന് നബി തങ്ങൾക്ക് ധൈര്യം പകരാൻ രണ്ടാമത്തെ ഏറ്റവും വലിയ കാര്യം ലിനുരിയഹു മിൻ ആയാതിനാ. ഒരുപാട് ദൃഷ്ടാന്തങ്ങൾ, അത്ഭുതങ്ങൾ എല്ലാം കാണാൻ വേണ്ടിയിട്ടും കാട്ടാൻ വേണ്ടിയിട്ടുമാണ് നബി തങ്ങൾക്ക് ഈ ടൂർ സംഘടിപ്പിച്ചത്, ഈ യാത്ര. നബി തങ്ങൾ പോയത് മക്കയിൽ നിന്ന് ബൈത്തുൽ മുഖദ്ദസിലേക്ക് മാത്രമല്ല, അതിന്റെ അപ്പുറവും പോയി. ആ പോകുന്നതിന്റെ ഇടക്ക് വറഅൽ അജായിബ ആലമിൽ മലകൂതി വസറായിറൻ നാസൂതി വൽ ജബറൂതി ഐന മുദർരിസ മസ്ജിദില്ലാഹൂതി കമ്മിൽ ലദുന്നിയ ഹവാ ഉലൂമ സല്ലു അലൈഹി വസല്ലിമു തസ്ലീമാ. അത്ഭുതങ്ങൾക്ക് കണക്കില്ല, കണ്ട ആയാത്തുകൾക്ക്, ദൃഷ്ടാന്തങ്ങൾക്ക് കണക്കില്ല. ഒരുപാട് കാഴ്ചകൾ കണ്ടോ. മനസ്സിന് കുളിർമയേകുന്ന കാഴ്ചകള്, മനസ്സ് തകർന്നു പോകുന്ന കാഴ്ചകള്, അത്ഭുതപ്പെട്ടു പോകുന്ന കാഴ്ചകള്, പേടിപ്പെടുത്തുന്ന കാഴ്ചകള്, ഭീതിപ്പെടുത്തുന്ന കാഴ്ചകള്, ആകാംക്ഷയുണ്ടാകുന്ന കാഴ്ചകള് എല്ലാം റസൂലുള്ള കണ്ടോ. സുബ്ഹാനല്ലാഹ്. അങ്ങനെ പോകുന്നതിന്റെ ഇടയിൽ ഒരുപാട് സ്ഥലങ്ങളും ജിബ്രീൽ കാട്ടിക്കൊടുത്തോ. ഇടക്കൊരു സ്ഥലത്തെത്തിയപ്പോ ജിബ്രീൽ പറഞ്ഞു, നബിയേ ഇൻസിൽ ഫസല്ലി റകഅതൈനി, ഇവിടെ ഇറങ്ങണം നബിയേ, 2 റകഅത്ത് നിസ്കരിച്ചോളൂ നബിയേ. പോകുന്നതിന്റെ ഇടയിൽ ഏകദമിൽ പോകാൻ കഴിയാ, ഇടക്കിടക്ക് ഇറങ്ങണോ, നിസ്കരിക്കണോ, ഒരു കട്ടൻ ചായം കുടിക്കണോ എന്നതിന്റെ അർത്ഥം. ഇത് പാഠമുണ്ട്, മഹാന്മാർ അത് വിശദീകരിച്ചിട്ടുണ്ട്. ആധുനിക പണ്ഡിതന്മാർ ഇതിനെ നന്നായിട്ട് ബയാനാക്കുന്നുണ്ട്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് ജിബ്രീൽ പറഞ്ഞു, ഇവിടെ ഇറങ്ങണം നബിയേ, ഇവിടെ ഇറങ്ങണം നബിയേ.
ഇവിടെ 2 റക്അത്ത് നിസ്കരിക്കണം നബിയേ. നിസ്കാരം കഴിഞ്ഞപ്പോൾ റസൂലുള്ള ചോദിച്ചോ, നബിയേ ഈ സ്ഥലം ഏതെന്നറിയാ? തദ്രി, അറിയോ നബിയേ? റസൂലുള്ളാഹി തങ്ങൾ പറഞ്ഞു ഇല്ല. അപ്പോഴാണ് മഹാനായ ജിബ്രീൽ പറഞ്ഞു കൊടുക്കുന്ന പൊന്നാര നബിയേ, ഇതേതറിയുമോ? ഈ നാട്, ഈ മണ്ണ്. സ്വല്ലൈത ബിതൈബാ വഅർളുൽ മുഹാജിരീൻ. ഇത് മദീനയാ നബിയേ. ഇനി നിങ്ങളെ നെക്സ്റ്റ് പോക്ക് ഇങ്ങോട്ടാ നബിയേ. 52-ാമത്തെ വയസ്സിലാണ് ഇസ്രാ മിഅ്റാജ് എന്ന ടൂറ്. 53-ാമത്തെ വയസ്സിലാണ് ഈ മണ്ണിലേക്ക് നബി തങ്ങളെ ഹിജ്റ എന്ന ടൂറ്. അടുത്ത കൊല്ലം നിങ്ങൾ വരേണ്ട നാട്, അല്ലെങ്കിൽ നാട്ടുകാർ വായിച്ചെങ്കിൽ നിങ്ങൾ അഭയം തേടേണ്ട നാട്, അതാണ് നബിയെ ഈ നാട്. ഇത് പരിശുദ്ധമായ നാടാണ് മദീനയാ നബിയെ. നല്ലവരിൽ നല്ലവരായ മുഹാജിരീങ്ങൾ വരുന്ന നാട് ഇത് മദീനയാണ്. ഇവിടെ നിസ്കരിച്ചോളോ. ഹബീബായ നബി തങ്ങൾ അവിടെ നിസ്കരിച്ചോ. നിസ്കരിച്ച് അവിടെ നിന്ന് പിന്നെയും കയറുന്നു. പിന്നെയും നബി തങ്ങളെ വാഹനം കയറി. ആ ബുറാഖ് എന്ന വാഹനപ്പുറത്ത് വളരെ ശരവേഗത്തിൽ ഓടുകയാണ്. അങ്ങനെ ഓടുന്നതിന്റെ ഇടക്ക് ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ ഒരു സ്ഥലത്ത് ഇറങ്ങാൻ വേണ്ടി പറഞ്ഞു. ഇറങ്ങു നബിയെ, ഇവിടെയും നിസ്കരിച്ചോളൂ. അവിടേതാ നബി തങ്ങൾ നിസ്കരിക്കുന്നു. ജിബ്രീൽ ചോദിച്ചോ, ഈ സ്ഥലം ഏതെന്നറിയുമോ? ഇത് മൂസാ നബി അലൈഹിസ്സലാം പണ്ട് തണല് കൊണ്ട മരമുള്ള സ്ഥലമാണ്. പണ്ട് ഫിരൗന്റെ കാലത്ത് വന്ന ആളാണല്ലോ മൂസാ നബി. അവിടെ ഒരു ചെറിയൊരു കശവിശയായി ഒറ്റടിക്ക് ഒരു ചങ്ങാനെ കാച്ചി അല്ലേ? നിങ്ങൾ വിചാരിച്ച പോലെ മൂസാ നബി ചെറിയ ആളൊന്നും അല്ല. മൂസാ നബി ഒറ്റക്കും നമ്മളെ പോലത്തെ 40 ആളും ഉണ്ടെങ്കിൽ ഒരുപോലെ. നീണ്ട ചരിത്രമാണത് ഇവിടെ. ഏതായാലും പിന്നീട് ആ നാട്ടിൽ നിന്ന്, ഫറോവന്റെ നാട്ടിൽ നിന്ന് മഹാൻ നാട് വിട്ടു മദീനയിലേക്ക്, ശുഐബ് നബിയുടെ നാട്ടിലേക്ക്. തന്റെ അമ്മോഷനായി പിന്നീട് വന്ന, തന്റെ കെട്ടിയോളുടെ ബാപ്പയായിട്ട് പിന്നീട് വന്ന അള്ളാന്റെ നബിയായ ശുഐബ് നബി ജീവിക്കുന്ന മദിയൻ എന്ന നാട്ടിലേക്ക്. ആ നാട്ടിലേക്ക് പോകുന്നതിന്റെ ഇടയില് അവിടെ ഒരു മരച്ചുവട്ടിൽ ഒരു ഇത്തിരി നേരം തണല് കൊണ്ടു, റെസ്റ്റ് എടുത്തു, വിശ്രമിച്ചു. ആ സ്ഥലമാ നബിയെ. ഇത് നിസ്കരിക്കണം നബിയെ ഇവിടെ. അപ്പൊ ഇതിന്റെ അർത്ഥം എന്ത്? ഇങ്ങനെയുള്ള ജാഗലെല്ലാം നിസ്കരിക്കണോ ചെന്നതിന്റെ അർത്ഥം എന്ത്? ഇതെല്ലാം അങ്ങനെ വട്ടാര ചവിട്ടിയിട്ട് നടന്നിട്ട് പാസ്സായിട്ട് പോകേണ്ട ജാഗല്ല. അതിന് വലിയ മഹത്വമുണ്ട്, ബഹുമാനമുണ്ട്, ബർക്കത്തുണ്ട്. അതിനെ കാണും പോലെ കാണണോ, അവിടെ ഇറങ്ങും പോലെ ഇറങ്ങണോ എന്നതിന്റെ അർത്ഥം. എല്ലാം ഒരേപോലെ ചെല്ലാൻ കഴിയ. അവിടെ നിസ്കരിച്ചു. അവിടുന്ന് പിന്നെയും പോയി. അങ്ങനെ പോയി അപ്പുറത്തുമ്പോ ബൈത്തുലഹമലെത്തി. അതിന്റെ ഇടക്ക് മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാം സംസാരിച്ച തൂരിസീനാ മല, അവിടെ നബി തങ്ങളോട് ഇറങ്ങാൻ പറയുന്നു. നബി തങ്ങൾ നിസ്കരിക്കുന്നു. നിസ്കരിച്ച ഉടനെ റസൂലുള്ളാഹി ആ സ്ഥലം പരിചയപ്പെടുത്തി കൊടുത്തു ജിബ്രീൽ. പൊന്നാര നബിയേ, ഇത് മൂസാ നബിയോടല്ല സംസാരിച്ച തൂരിസീനാ മലയാണ് നബിയേ. കല്ലമല്ലാഹു മൂസാ തക്ലീമാ. ഇവിടെയാ മൂസാ നബിയോടുള്ള സംസാരിച്ചത്. ഇവിടെ നിസ്കരിച്ചോളൂ. അങ്ങനെ പോകുന്നതിന്റെ ഇടയിൽ അവിടെ നിസ്കരിച്ചു. പിന്നെയും വാഹനം കയറുന്നു, പോകുന്നതിന്റെ ഇടയിൽ ഒരു സ്ഥലത്ത് അവിടെ അങ്ങനെ പോകുമ്പോ നല്ലൊരു മണം അടിച്ചു വീശുകയാണ്. വല്ലാത്തൊരു മണം. ഒരു സെന്റിന്റെ മണം ഒന്നുമല്ല, നല്ലൊരു മണം. പിന്നെയും മണക്ക, പിന്നെയും ആസ്വദിക്ക എന്ന് നമുക്ക് തോന്നുന്ന നിലക്കുള്ള ഒരു നല്ലൊരു മണം. അതങ്ങനെ അടിച്ചു വീശുന്നത് കണ്ടപ്പോ പിന്നെ മഹാനായ ജിബ്രീൽ അലൈഹി സ്വലാത്തു വസ്സലാം പറഞ്ഞു, നബിയെ ഇവിടെ നിസ്കരിച്ചോ, ഇവിടെ ഒന്ന് സിയാറത്ത് ചെയ്തോളൂ, ഇവിടെ നിസ്കരിച്ചോ. മുസ്തഫ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞതെല്ലാം അവിടെ ചെയ്തു. എന്നിട്ട് ചോദിച്ചു, ഏതാണ് ഈ സ്ഥലം, എന്താണ് ഈ അടിച്ചു വീശുന്നത്, എന്തിത്? ഭയങ്കര ഒരു എന്താ പറയാ, ഒരു സുഗന്ധം, ഒരു പരിമളം, ഒരു കമ്മന എന്താ പറയാ, അതന്നെ നല്ല മണം, ഭയങ്കര മണം. അതൊരു ഭാഗത്ത് ഇങ്ങനെ അടിച്ചു വീശുന്നത് കണ്ടപ്പോ മുസ്തഫ റസൂലുള്ളാഹിയോട് ജിബ്രീൽ ചോദിച്ചു, ഈ മണം അത് എന്തിന്റെ നിറഞ്ഞ നബിയെ നിങ്ങൾക്ക്? എന്തത്? ചെമ്പരത്തിപ്പൂന്റേതല്ല, അത് റോസാപ്പൂന്റേതല്ല, അല്ല, പിന്നെ എന്തിന്റെ അറിയാമോ ആ മണം? ബീബി മാസിത്ത റളിയല്ലാഹു അൻഹയുടെ ഖബറിടത്തിലാണ്. ബീബി മാസിത്ത റളിയല്ലാഹു അൻഹ മരിച്ചു കിടക്കുന്നത് ഇവിടെയാ നബിയേ. ആ
മാസിത്ത ബീവിയുടെ ഖബറിൽ നിന്നിട്ടാണ് ഈ മണം അടിച്ചു വീശുന്നത് നബിയേ. ആരാ ബീവി മാസിത്ത റളിയല്ലാഹു അൻഹാ? ഫിർഔനിന്റെ 2 പെണ്ണുമക്കളിൽ മുസ്ലിമത്തായ മോളാണ് ബീവി മാസിത്ത. ഇങ്ങനത്തെ മുണ്ടനില്ല, നിങ്ങൾ ഇപ്പോഴേ ബായ് വളക്കാൻ തുടങ്ങി. ബീബി മാസിത്ത റളിയല്ലാഹു അൻഹാ ഫിർഔൻ അക്രമിയാണ്, ഫിർഔന് തെമ്മാടിയാണ്, പച്ചക്കാഫറാണ്, ലോകം കണ്ട മഹാക്രൂരിയാണ്, അല്ലാഹുവിന്റെ വിശുദ്ധ ഖുർആൻ കൊണ്ട് ശപിക്കപ്പെട്ടവനാണ്. മാത്രമല്ല ഞാൻ തന്നെയാണ് അല്ലാഹ് റബ്ബ് എന്ന് പറഞ്ഞ ധിക്കാരിയാണ് ഫിർഔൻ. മൂസാ നബി അലൈഹി സ്വലാമിന്റെ കാലത്തുണ്ടായ ആള്, ഓന്റെ മോളാണ് മാസിത്ത റളിയല്ലാഹു അൻഹ. ചരിത്രത്തിന്റെ പ്രാമാണിക പക്ഷം അങ്ങനെ ഒരുപാട് ഇമാമിങ്ങൾ ഈ ഹദീസ് ഉദ്ധരിച്ചു. ഇമാം ഇബ്നു ഹിബ്ബാൻ, ഇമാം അഹ്മദ്, ഇമാം ഹക്കീം, അങ്ങനെ ഒരുപാട് ആൾക്കാർ. ആ മാസിത്ത റളിയല്ലാഹുവിന്റെ ചരിത്രം എന്ത്? മാസിത്ത റളിയല്ലാഹു തആല അൻഹ എന്ന മോൾക്ക് അവിടെ വീട്ടിലുണ്ടായിരുന്ന പണി എന്ത് ചോദിച്ചാല്, ഈ ഫിർഔന്റെ മറ്റു പേരക്കിടാങ്ങളും മക്കളൊക്കെ ഉണ്ടാവുമല്ലോ. 2 പെണ്ണുമക്കളാണെന്നാണ് ചരിത്രത്തിന്റെ പ്രാമാണിക പക്ഷം. അതിൽ ഒന്ന് മുസ്ലിമത്തായ മാഷിത്ത, പിന്നൊന്ന് വേറെ, അത് മുസ്ലിം അല്ല. ഈ മാഷിത്ത എന്ന് പറഞ്ഞെങ്കിലേ തലഭാരുന്നോളം അർത്ഥം, ഭാരുന്നോളും, മിഷ്ത്, ചീർപ്പ്. അപ്പൊ ചീർപ്പ് ഭാരുന്നോ, അതിനർത്ഥം പറഞ്ഞ സംഗതി എന്താ പറഞ്ഞ, ഫിർഔന്റെ കൊട്ടാരത്തിലുള്ള കുട്ടികളുടെ തലവാരുകയും അവരെ കുളിപ്പിച്ച് ഫ്രഷാക്കുകയും പൗഡറും കാജലും കൺമഷിയെല്ലാം ഇട്ടിട്ട് നല്ല ചന്തത്തിലാക്കി കൊടുത്തിരുന്ന ആളായിരുന്നു മാസിത്ത റളിയല്ലാഹു അൻഹ. മാഷിത്ത ഉമർ റളിയല്ലാഹു അൻഹു. ഒരു ദിവസം അവിടുന്ന് ഒരു പെണ്ണുകിടാവിന്റെ തല വാരുന്നതിന്റെ ഇടയില് ചീർപ്പ് താഴെ വീണ നേരത്ത് മാഷിത്ത റളിയല്ലാഹു അൻഹ ആ ചീർപ്പെടുക്കാൻ വേണ്ടിട്ട് കൈ അങ്ങനെ കൊണ്ടുപോയിട്ട് ചീർപ്പെടുത്തു. എങ്ങനെ അറിയാ ചീർപ്പെടുക്കുന്ന എന്താ പറയാ? ചീർപ്പിനെ ഇങ്ങെന്താ പറയുന്നേ? എന്നല്ലേ ഞാൻ പറഞ്ഞ ചീപ്പു. ചീപ്പു. ആ ചീപ്പ് താഴെ വീണ തലവാരുന്നതിന്റെ ഇടയ്ക്ക് താഴെ വീണ ചീപ്പെടുക്കാൻ വേണ്ടിട്ട് ഇങ്ങനെ കൈ കൊണ്ടായപ്പോ ചീപ്പെടുത്തത് എങ്ങനെ അറിഞ്ഞ? ബിസ്മില്ല, ബിസ്മി കൂട്ടിട്ടെടുത്തു. ഇത് ഫസ്റ്റ് കേൾക്കുന്ന ആ പേരന്റെ ഉള്ളിൽ അങ്ങനത്തെ ഒരു വാക്ക്. അങ്ങനെ ആരും ചെല്ലണ്ടായിട്ട് ഫസ്റ്റ് ആണ് അങ്ങനെ കേൾക്കണത്. മാഷിത്ത റളിയല്ലാഹു അൻഹ ബിസ്മില്ല എന്ന് പറഞ്ഞിട്ട് ചീർപ്പെടുക്കുന്നത് കണ്ടപ്പോ അടുത്തുള്ള മോള് കേട്ട്, അല്ല ഉമ്മ ഇതാര്? വേറെ അല്ലണ്ടാ, അത് ഞങ്ങളെ ബാപ്പല്ലേ, അത് ഞങ്ങളെ ബാപ്പ ഫിർഔനല്ലേ, ഏറ്റവും വലിയ റബ്ബ് ഞങ്ങളെ ബാപ്പല്ലേ, അന റബ്ബുകുമുൽ അഅ്ലാ, അത് ഞങ്ങളെ ബാപ്പല്ലേ. പിന്നെ നിങ്ങളുടെ ഉമ്മ ബിസ്മില്ല എന്ന് പറഞ്ഞ അള്ളാന്റെ പേര് കൊണ്ടാണ്, അപ്പൊ വേറെ അല്ലണ്ടാ എന്ന് ചോദിച്ചപ്പോ മാസിത്ത റളിയല്ലാഹു അൻഹ പറഞ്ഞെന്തറിയാ? അതേ മോളെ, വലാകിൻ റബ്ബി വറബ്ബു അബീകില്ല, എന്റെയും നിന്റെയും ഞങ്ങളെ ബാപ്പ നിങ്ങളെ ബാപ്പ ഫിർഔനിന്റെയും എല്ലാവരുടെയും അല്ലയാണ്, റബ്ബാണ് അല്ലാഹ്, അവന്റെ പേര് കൊണ്ടാ ഞാൻ ചീപ്പെടുത്തത്. ഈ വിവരം മോള് പോയിട്ട് ബാപ്പയോട് പറഞ്ഞു. ബാപ്പ, നിങ്ങ അല്ലാത്തവരല്ല വേറുണ്ടല്ലോ, നിങ്ങ അല്ലാത്ത വേറൊരു റബ്ബുണ്ടല്ലോ, നിങ്ങ അല്ലാത്ത വേറൊരു ശക്തി ഉണ്ടല്ലോ. എല്ലാവരും നിങ്ങളെ റബ്ബ് 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 എന്ന് ചൊല്ലുമ്പോ, നിങ്ങളെ ജഗദീശ്വരനെ മണ്ണാങ്കട്ട മാങ്ങാതൊലിന്ന് ചൊല്ലുമ്പോ, ഞങ്ങളെ ഉമ്മ മാഷിത്ത അല്ലാഹു റബ്ബി എന്ന് പറയുന്ന, ചീർപ്പെടുക്കുമ്പോ അങ്ങനെയാ പറഞ്ഞ്, ചോറുണ്ടുമ്പോ അങ്ങനെയാ പറഞ്ഞ്, എന്തെങ്കിലും തരുമ്പോ അങ്ങനെയാ പറയുന്ന, എന്തെങ്കിലും വാങ്ങുമ്പോ അങ്ങനെയാ പറയുന്ന, നിങ്ങളെ പേര് പറയുന്നില്ല. അപ്പൊ നിങ്ങല്ലാത്തൊരു റബ്ബ് ഞങ്ങളെ ഉമ്മാക്കുണ്ട് എന്ന് തോന്നണോ എന്നവിടുന്ന് മകള് പോയിട്ട് മാപ്പയോട് പറഞ്ഞ നേരം ഫിർഔന് മാഷിത്താനെ വിളിപ്പിക്കുന്നു, അന്വേഷിക്കുന്നു. ആരാ? അല്ലാഹ്. ഏതാണ് അല്ലാഹ്? എന്താണ് നിന്റെ വിശ്വാസം? ആ സമയത്ത് മാസിത്ത പറഞ്ഞു, അതെ, ആമന്തു ബില്ലാഹ് വഹുവ റബ്ബി വറബ്ബുകല്ലാഹ്, എന്റെയും നിങ്ങളുടെയും റബ്ബായ ജഗന്നാഥനായ ജഗദീശ്വരനായ അല്ലാഹുവിനെ കൊണ്ട് ഞാൻ വിശ്വസിച്ചിട്ടുണ്ട്. അവനാണല്ലോ ഈ കാണുന്നുണ്ട കടാഹം മൊത്തവും അടക്കി വാടുന്ന ജഗന്നാഥനായ ജഗദീശ്വരനായ റബ്ബുൽ ഇസ്സത്ത് അവൻ മാത്രമാണ്. ആരാധനക്കർഹൻ അവനല്ലാതെ വേറൊരാളില്ല. ഇബാദത്തിന് പറ്റിയ ഒരു രക്ഷിതാവ് അവനല്ലാതെ വേറെയില്ല. അതുകൊണ്ട് റബ്ബീ വറബ്ബുകല്ലാഹ്, എന്റെയും നിങ്ങളുടെയും
സകലതിന്റെയും എല്ലാത്തിന്റെയും റബ്ബ് അല്ലാഹുവാണ്. ചുരുക്കട്ടെ, നീട്ടുന്നില്ല. ഇത് പറഞ്ഞപ്പോ ഈ മാഷിത്താൻ എന്ത് ചെയ്തറിയോ? ഭീകരമായ നിലക്ക് ഫിരൗനത ഉപദ്രവിക്കുകയാണ്. മാറണം നിന്റെ വിശ്വാസത്തിൽ നിന്ന്. ഇനി മേലാൽ അങ്ങനെ പറയാൻ കയ്യ, ആ ദിക്ർ ചൊല്ലാൻ കയ്യ, ബിസ്മില്ലാന്ന് ബായിലും ഉണ്ടാൻ കയ്യ. എന്നെ വിശ്വസിക്കണമെന്ന് പറഞ്ഞിട്ട് ഭീകരമായ നിലക്ക് മർദ്ദിക്കുന്നു എന്ന് മാത്രമല്ല, അവസാനം മർദ്ദിച്ച് ചൂടാക്കപ്പെട്ട എണ്ണയുള്ള പാത്രത്തിലേക്ക്, വലിയ പാത്രത്തില് വെള്ളം, പിന്നെ വെള്ളം ചൂടാക്കുന്നു, എണ്ണ ചൂടാക്കുന്നു. ആ പാത്രത്തിലേക്ക് അതാ ഈ പിന്നെ മാഷിത്താനെ എറിയാൻ വേണ്ടിയിട്ട് കൊണ്ടുപോവുകയാണ്. ആ എറിയാൻ വേണ്ടിയിട്ട് കൊണ്ടുപോകുന്ന നേരത്ത് മാഷിത്താന്റെ കയ്യിലതാ ചെറിയ കുഞ്ഞുണ്ട്. മാഷിത്താന്റെ കുഞ്ഞാണത്, ചെറിയ കുഞ്ഞ്. 3-4 അല്ലെങ്കിൽ ഒരു 5-6 വയസ്സ്, 5-6 മാസം പ്രായമായ കുഞ്ഞ്, ബായി വരാത്ത കുഞ്ഞ്. ബായി വരാത്ത എന്താ ചെല്ലെങ്കിൽ മുണ്ടാനുള്ള പ്രായമായിട്ട ചെറിയ കുഞ്ഞ്. ആ കുഞ്ഞിനെയും കയ്യിൽ പിടിച്ചിട്ടാണ് ആ ഉമ്മ നിൽക്കണത്. അതാ അവനെന്ത് ചെയ്തറിയോ? തിളച്ചു മറിയുന്ന എണ്ണയിലേക്ക് വലിച്ചെറിയപ്പെടാൻ വേണ്ടി നോക്കുമ്പോ, അല്ലെങ്കിൽ കത്തിയുണ്ടാക്കപ്പെട്ട കത്തി, പിന്നെ ഭയങ്കരമായ നിലക്ക് ഒരുക്കപ്പെട്ട തീ കുണ്ടാരത്തിലേക്ക് എറിയാൻ വേണ്ടി നോക്കുമ്പോ ചരിത്രത്തിൽ അഭിപ്രായ വ്യത്യാസങ്ങളുണ്ട്. ഏതുമാകട്ടെ, ശിക്ഷിക്കപ്പെടാൻ വേണ്ടിയിട്ട് ആ ഉമ്മാനെ വലിച്ചെറിയാൻ വേണ്ടി നോക്കുമ്പോ ആ ഉമ്മതാ അവിടേക്ക് തുള്ളാൻ വേണ്ടി അങ്ങ് റെഡിയാവുകയാണ്. ഒരു ഭയമില്ലാതെ, ഒരു മടിയില്ലാതെ, ഒരു പേടിയില്ലാതെ അല്ലാഹ് എന്ന് പറഞ്ഞിട്ട് ഒരുങ്ങി നിൽക്കുമ്പോഴാണ് അരയിലുള്ള കുഞ്ഞിനെ ഓർമ്മയായത്. അപ്പാ ഉമ്മൊന്ന് ബാക്കടിച്ചോ. ഞാന് പോയാ എന്റെ കുഞ്ഞിനാര്, എന്റെ കുഞ്ഞിനാര്, എന്റെ കുഞ്ഞിനാര്, എന്റെ കുഞ്ഞിനാരുണ്ട് എന്നുള്ളൊരു ചിന്ത വന്നപ്പോ സുബ്ഹാനല്ലാഹ്, കുഞ്ഞ് സംസാരിക്കുന്നു. സംസാരശേഷി എത്താത്ത പ്രായം, സംസാരശേഷിയുടെ പ്രായമല്ലാത്ത കാലം. ആ സമയത്ത് ആ കുഞ്ഞ് വളരെ സാഹിത്യത്തോടെ സ്പഷ്ടമായ നിലക്ക് ഉമ്മയോട് സംസാരിക്കുകയാണ്. ഉമ്മാ, പേടിക്കണ്ട ഉമ്മാ, വിഷമിക്കല്ല ഉമ്മാ, ബേജാറാവല്ല ഉമ്മാ, തുള്ളണമുമ്മ, എന്നെ ചേർത്ത് പിടിച്ചിട്ട് തുള്ളിക്കോളോ, ഞാനുണ്ടുമ്മ കൂടെ എന്ന് പറഞ്ഞിട്ട് തുള്ളാൻ വേണ്ടിയിട്ട് ആ ഉമ്മാക്കത് ആജ്ഞ കൊടുക്കുകയാണ്. തുള്ളുന്നതിന് മുമ്പ്, തീയിലേക്ക് കൊണ്ടുപോയിട്ടിടുന്നതിന് മുമ്പ്, അല്ലെങ്കിൽ തിളച്ചും പിന്നെ തിളപ്പിക്കപ്പെട്ട എണ്ണപാത്രത്തിലേക്ക് കൊണ്ടുപോയിട്ട് മുക്കുന്നതിന് മുമ്പ് ആ മാഷിത്ത ഉമ്മ ഫിരൗനോട് പറഞ്ഞൊരു വസിയത്തുണ്ട്. എന്നെ നിങ്ങ എന്തു വേണമെങ്കിലും ചെയ്തോളൂ, എന്റെ കുഞ്ഞിനെയും എന്തു വേണമെങ്കിലും ചെയ്തോളൂ. പക്ഷേ ഒരു കാര്യം നിങ്ങൾ ചെയ്യണോ, ഞങ്ങ രണ്ടാളും മരിച്ചിട്ട് മരം കെട്ടിപ്പോയാൽ, ഞങ്ങ മയ്യത്തായെങ്കിൽ ഞങ്ങ രണ്ടാളുടെയും എല്ലുകളും തോലുകളും മാംസങ്ങളും ഒരു കുഴിയിൽ കൊണ്ടുപോയിട്ട് മറമാടണോ. എന്റെ ഖബറിൽ തന്നെ എന്റെ കുഞ്ഞിനെയും വെക്കണോ. ഞങ്ങളെ വേർപ്പെടുത്തരുത്. ഫിരൗന് ക്രൂരനാണ്, അക്രമിയാണ്, കണ്ണില് ചോരയില്ലാത്തവനാണെങ്കിലും ഇത് പറഞ്ഞപ്പോ അയാള് പറഞ്ഞ മറുപടി എന്തറിഞ്ഞ, മാഷിത്താ ذلك لك علينا من الحق, ഇത് ഞാൻ ചെയ്തോളാം. ഏതായാലും ചത്തരായി, പിന്നെ ഇനി ഒരു കുയി കിട്ടങ്ങ, 2 കുയി കിട്ടങ്ങ, ഒരേ കുയിക്കന്നിട, നിന്റെ ആസ പോലെ നാട്ട് ഒരേ കുയിക്കന്നിട, അനി ബേജാറാണ്ട. ചുരുക്കട്ടെ സഹോദരങ്ങളെ, ഹബീബായ നബി തങ്ങളോട് മഹാനായ ജിബ്രീൽ പറയുകയാ, ആ രണ്ടാളെയും മറമാടപ്പെട്ട ഖബർ വിടയാനവേ, ആ മാഷിത്ത ഉമ്മാന്റെ ഖബർ വിടയാനവേ, ആ മാഷിത്താന്റെ ഖബറിൽ നിന്നിട്ടാണ് ഈ മണമടിക്കുന്നത്, ഈ സുഗന്ധം പരക്കുന്നത്, ഈ ഗന്ധം വീശുന്നത്. ഇവിടെ ദുവാരന്നോളു നബേ, ഇവിടെ ദുവാരന്നോളു നബേ. മഹാനായ ജിബ്രീൽ ആ
നിലക്ക് ഈമാനിന്റെ കരകളഞ്ഞ ഉദാഹരണമായിരുന്നു മാഷിത്ത. ഏത് സന്ദിഗ്ധ ഘട്ടത്തിലും അല്ലാഹനെ കൈവിടാത്ത പെണ്ണായിരുന്നു ആയിഷ. ഞങ്ങളെ പെണ്ണുങ്ങളെ പോലെ തോന്നിയപ്പോ മാത്രം നിസ്കരിക്കുന്നയാളല്ല ആയിഷ. പിന്നെ മാഷിത്ത എല്ലാം കൊണ്ട് ലോകത്തിന് മാതൃകയായിരുന്നു, ലോകത്തിന് നല്ല റോൾ മോഡലായിരുന്നു. അള്ളാഹു അനുഗ്രഹിച്ചാദരിച്ച ബീബി മാഷിത്ത. അവിടെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പിന്നെയും മുന്നോട്ട് പോയ നേരം പിന്നെയും ഒരുപാട് കാഴ്ചകൾ കണ്ടു. നീട്ടിപ്പരുത്തുന്നില്ല, സമയം ഒരുപാട് സ്പീഡിൽ പോവുകയാണ്. ബത്ലഹേമിലേക്ക് എത്തുന്നു. ഈസാ നബി ജനിച്ച സ്ഥലം അവിടെ നിസ്കരിക്കുന്നു. ഒരുപാട് സ്ഥലത്ത് നിസ്കരിച്ചിട്ട് പരിശുദ്ധമായ മസ്ജിദുൽ അഖ്സയിലേക്ക് എത്തുന്നതിന് മുമ്പ് ഒരുപാട് കാഴ്ചകൾ റസൂല് കണ്ടിട്ടുണ്ട്. യാത്ര പോകുന്നതിന് മുമ്പ്, അതായത് മിഅ്റാജ് യാത്ര തുടങ്ങുന്നതിന് മുമ്പ് ഒരുപാട് കാഴ്ചകൾ ആത്മീയ ലോകത്തും ഭൗതിക ലോകത്തും. മിഅ്റാജ് എന്ന യാത്ര പോകുമ്പോ അവിടെയും ഒരുപാട് കാഴ്ചകൾ. റസൂലുള്ളാഹി തങ്ങൾ ഇസ്രാ പോകുന്നതിന്റെ ഇടയില്, മക്കയിൽ നിന്ന് ബൈത്തുൽ മുഖദ്ദസിലേക്ക് പോകുന്നതിന്റെ ഇടയില് കണ്ട ഒരുപാട് ഭീകരമായ കാഴ്ചകളുണ്ട്, പേടിപ്പെടുത്തുന്ന കാഴ്ചകളുണ്ട്, മുഅ്മിനായ മനുഷ്യനെ അല്ലാഹുവിലേക്ക് അടുപ്പിക്കുന്ന കാഴ്ചകളുണ്ട്. അതായത് നബി തങ്ങൾ കണ്ടൊരു കാഴ്ച എന്തറിയുമോ? അത് ഒരു കൂട്ടം ജനങ്ങള്, ഒരു കൂട്ടം ആണുങ്ങള്, പെണ്ണുങ്ങള്, അവരെ നബി തങ്ങൾ കണ്ടു. എങ്ങനറിയോ കണ്ടത്? അവരെ മുന്നിലതാ 2 പാത്രത്തില് 2 തരം ഭക്ഷണമാണ്, ഇറച്ചിയാണ്. ഒന്നില് നല്ല സ്വാദിഷ്ടമായ, രുചികരമായ, നല്ല മണമുള്ള, ചന്തമുള്ള, നല്ല ടേസ്റ്റുള്ള ഇറച്ചി. മറ്റേ പാത്രത്തില് നാറീറ്റ് പൊട്ടുന്ന ദുർഗന്ധമുള്ള, ചീഞ്ഞളിഞ്ഞ, ദുർഗന്ധം വമിക്കുന്ന ഇറച്ചി. 2 പാത്രത്തില് 2 തരം ഇറച്ചിയാണ്. എന്നിട്ട് പോലും ഈ ആണുങ്ങളും പെണ്ണുങ്ങളും വാരി വലിച്ച് തിന്നുന്ന ഇറച്ചിന്റെ പ്ലേറ്റ് ഏതറിയുമോ? ഈ നാറി പുളിച്ച ചീഞ്ഞ ഇറച്ചിയില്ല, അതാണിവർ തിന്നുന്നത്. നല്ല ഇറച്ചിയുള്ള പാത്രത്തിലേക്ക് തൊടുന്നില്ല. മറന്നിട്ട് പോലും അവരെ കൈ പോകുന്നില്ല. നല്ല മണമുണ്ടായ ഇറച്ചിക്ക് നല്ലോണം വെന്തിട്ടുണ്ട്, അത് സ്വർഗത്തിന്റെ ഭക്ഷണമാണ്, നല്ല രസമുണ്ട്. എന്നിട്ട് പോലും ആ പാത്രത്തിലേക്ക് ഇവർ കൈയിടുന്നില്ല. ഇപ്പുറത്തുള്ള പാത്രത്തിലുള്ള ചീഞ്ഞളിഞ്ഞ് പുഴുവരിച്ച ദുർഗന്ധം വമിക്കുന്ന ആ സ്വാദിഷ്ടമല്ലാത്ത വളരെയധികം നീചമായ, നികൃഷ്ടമായ ആ മാംസമുള്ള പാത്രത്തിലേക്ക് ഇവർ കൈയിട്ടിട്ട് അങ്ങനെ വളരെ ആർത്തിയോടെ തിന്നുകയാണ്. ഹബീബായ നബി തങ്ങൾ ജിബ്രീലിനോട് ചോദിച്ചു, ജിബ്രീലേ, ഇതാര് ഇത്ര നല്ല നല്ല 1.5 ഭക്ഷണം ഇവർത്തുണ്ടാകുമ്പോ ഈ നാറി പുളിച്ച ഇറച്ചെന്തിനാണ് ഇവർ തിന്നുന്നത്? ഇവരാര് എന്ന് ചോദിച്ചപ്പോ മഹാനായ ജിബ്രീൽ പറഞ്ഞു, നബിയേ, അവരാരറിയുമോ? നിങ്ങളെ ഉമ്മത്തീങ്ങളിൽപ്പെട്ട ആണുങ്ങളും പെണ്ണുങ്ങളുമാണ്. ഏത് ആണുങ്ങളും പെണ്ണുങ്ങളും അറിയോ? വ്യഭിചാരികളായ ആണുങ്ങളും പെണ്ണുങ്ങള്. ഏത് വ്യഭിചാരികള്? ഹലാലായ മാപ്പിള ഉണ്ടായിരിക്കാൻ, ഹലാലായ ഭാര്യ ഉണ്ടായിരിക്കാൻ, അതേ നല്ല നിലക്ക് കല്യാണം കഴിച്ചു കൊണ്ടുവരപ്പെട്ട പെണ്ണുണ്ടായിരിക്കെ, അല്ലെങ്കിൽ കൊണ്ടുവരപ്പെട്ട മാപ്പിള ഉണ്ടായിരിക്കെ, മറ്റുള്ളവന്റെ സുഖം തേടി മറ്റുള്ളവളെ സുഖം തേടി പോയ ആണുങ്ങളില്ലേ, പെണ്ണുങ്ങളില്ലേ? മാപ്പിളനെ പറ്റിച്ചിട്ട് മറ്റുള്ളവന്റെ ചാരത്ത് പോയി കിടന്നുറങ്ങുന്ന പെണ്ണില്ലേ? കെട്ടിയോളം മറന്നിട്ട് ഏതോ ഒരുത്തിന്റെ കൂടെ പോയി സുഖമെടുക്കുന്ന മാപ്പിളയില്ലേ? അവർക്കുള്ള ശിക്ഷയാ നബിയേ ഇത്. അതതിന്റെ ഒരു ഡോസ് മാത്രമാണ്. ഇതിന്റെ പുറം അവർക്ക് വേറെയുമുണ്ട് നബിയേ. ഹലാലായത് കയ്യിലുണ്ടായിട്ട്, നല്ലത് കയ്യിലുണ്ടായിട്ട്, അല്ല പൊരുത്തപ്പെടുന്ന നിലക്കുള്ളത് കയ്യിലുണ്ടായിട്ട്, അതിനെ മാറ്റി നിർത്തി, അതിന്റെ ഭാഗത്തേക്ക് പോകാതെ അതിനെ മാറ്റി നിർത്തിയിട്ട് അനുവദിക്കപ്പെടാത്ത നിലക്കുള്ള ഹറാമിയത്തിലേക്ക് പോയ കൂട്ടരാണ്. അവർക്കുള്ള ശിക്ഷയാണിത്. ഹബീബായ റസൂലുള്ളാഹ് നല്ലോണം ശ്രദ്ധിച്ചോ, നല്ലോണം ശ്രദ്ധിച്ചോ, നല്ലോണം പേടിച്ചോ. എത്ര ആൾക്കാരുണ്ട് ഞങ്ങളുടെ ഇടയിൽ മതിൽ ചാടുന്നവര് അല്ലേ? മാപ്പിള ദുബൈയില്, അതിന്റെ ഇടയിൽ ഓക്കയുടെ 36 മാപ്പിളും ഉണ്ട്. ഓനും അങ്ങനെ പൊരല് നല്ല പൂ പോലത്തെ മുഞ്ചത്തി പെണ്ണുണ്ട്. ഈ ചങ്ങായി സ്വഭാവം കഴിച്ചിട്ട് ബസ് സ്റ്റാൻഡിൽ ഇങ്ങനെ വായി മലർന്ന് നോക്കുന്നുണ്ടാണ്. നീ എന്തിനും മുചിരിക്കുന്ന, നിനക്ക് എന്തൊക്കെ അറിഞ്ഞ? ഇരിക്കട്ടെ, അല്ല
ഹലാലായ ഭാര്യ ഉണ്ടായിരിക്കെ, ഭർത്താവ് ഉണ്ടായിരിക്കെ, ഏതോ ഒരുത്തനെ തേടി പോകുന്ന ഒരാൾ, ഏതോ ഒരുത്തിയെ തേടി പോകുന്ന ഒരാൾ, നല്ലോണം ശ്രദ്ധിച്ചോ, അവരെ ആഖിബത്ത് മോശമാണ്, അവരെ ആഖിറം മോശമാണ്, അവർക്കുള്ളത് ഗുരുതരമായ ഘോരമായ ശിക്ഷയാണ്. അല്ലാഹു കാക്കട്ടെ. ഹബീബായ നബി തങ്ങൾ പിന്നെയും നടന്നു പോകുമ്പോ, ആ വാഹനപ്പുറത്ത് പിന്നെയും പോകുമ്പോ, അതാ ഭീകരമായ നിലക്കൊരു ചോരന്റെ ഒരു പുഴ കാണുകയാണ്. ചോര കൊണ്ട് നിറക്കപ്പെട്ട ഒരു കുളോ, രക്തത്തിന്റെ കുളോ, കട്ട പിടിച്ച ദുർഗന്ധം വമിക്കുന്ന രക്തമുള്ള കുളോ. ആ കുളത്തിലതാ ചില ആൾക്കാർ അങ്ങനെ നീന്തുന്നു. നീന്തി നീന്തി മുങ്ങി പൊങ്ങിയിട്ട് നീന്തിയിട്ട് കരക്കെടുക്കാൻ വേണ്ടി നോക്കുകയാണ്. പക്ഷേ കര കയറാൻ അവർക്ക് പറ്റുന്നില്ല. കരയിൽ കുറെ മനുഷ്യന്മാർ അവരെ കയറാത്ത പോലെ കല്ലെറിയുന്നു. അവർ ആ രക്തത്തിന്റെ കുളത്തില് പിന്നെയും മുങ്ങി പൊങ്ങുന്നു. രക്തത്തിന്റെ കുളത്തില് പിന്നെയും അങ്ങനെ മുങ്ങിപ്പൊങ്ങുകയാണ്. അവരെ മീറ്റക്ക് വരാൻ വിടുന്നേയില്ല. എങ്ങനെയാക്കിയിട്ടും അവർക്ക് വരാൻ കഴിയുന്നില്ല. ഇതായപ്പോ മുസ്തഫായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അവിടുന്ന് ജിബ്രീല് മുസ്തഫായ നബിയോട് പറഞ്ഞു, നബിയേ, അതാരെന്നറിയോ? ഈ ചോരന്റെ ഈ കുളത്തിൽ ഇങ്ങനെ മുങ്ങിയിട്ടും പൊങ്ങിയിട്ടും കരയിലേക്ക് കയറാൻ കഴിയാണ്ട്, കരയിലേക്ക് കയറ്റാൻ വിടാതെ ഇങ്ങനെ അദാബ് കൊള്ളുന്ന ഈ മനുഷ്യൻ ആരാറിഞ്ഞ അത് പലിശക്കാരാണ് നബിയെ. ബഡ്ഡിക്കാർ ഡബിളാജി ആയിട്ടും ചങ്ങായി കൊടുക്കുന്ന ബഡ്ഡിക്ക് ചില മനുഷ്യന്മാർ ഡബിളാജിയല്ലോ, ഡബിളാജി, ത്രിബിളാജി, ബഡ്ഡിക്ക് പൈസ കൊടുക്കുന്ന കച്ചവടത്തിന്റെ പേരിൽ കൊടുക്കുന്നവരുണ്ട്. കച്ചവടത്തിന്റെ ഷെയർ ബിസിനസ് ആവും, മോശമൊന്നുമില്ല. അതിന് ഇസ്ലാമിന്റെ മാനദണ്ഡമുണ്ട്. നീ 5 ലക്ഷം ഞാൻ തരാൻ, കച്ചവടത്തിന് ഈ ലക്ഷത്തിന് 1000 റുപ്യനെ പോലെ തരണോ, അല്ലെങ്കിൽ ലക്ഷത്തിന് 10,000 റുപ്യനെ പോലെ തരണോ എന്ന് കൊടുത്തെങ്കിൽ അത് പച്ച പലിശയാണ്, പച്ച ഹറാമാണ്. നീ കൊടുക്കുന്ന മൂലധനത്തിന്റെ ഭാഗം ചോദിക്കാൻ പാടില്ല. നീ കൊടുത്ത പൈസക്ക് കിട്ടുന്ന ലാഭത്തിന്റെ അംശം അത് മാത്രമേ കേൾക്കാവൂ. ലക്ഷത്തിന് ഇത്ര എന്നല്ല പറയണ്ടേ, നീ കിട്ടിയ ലാഭത്തിന്റെ ഇത്ര. എത്ര ലാഭം കിട്ടിയ എത്ര? നീ കൊറോണ വന്നിട്ട് കിട്ടിയിട്ടില്ലേ? ഓക്കെ, ഞാൻ സഹിച്ചു. കിട്ടാതാകുമ്പോ ബേജാറാന്നാ? എന്താ പലിശ? ബഡ്ഡി. കിട്ടിയിട്ടാകുമ്പോ കൊസിയാന്നാ? ബഡ്ഡി. നമ്മളെല്ലാം കൊടുത്തിട്ട് അങ്ങനല്ലേ? കണ്ട എല്ലാം ആഴ്ചന്റെ ബാക്കിയാണ്. 6 കൊടുത്തിട്ടായല്ലേ, നാളെ മേങ്ങി റിട്ടേൺ. ഹലോ സ, കയ്യിൽ പൈസ വെച്ചിട്ട് എന്താക്കുന്നു? എന്തോ ആക്കാൻ കൊടുക്കുന്നതിന് ഇസ്ലാമിന്റെ നിയമമുണ്ടോ? അതിന് നീതി നിയമമുണ്ടോ? ആ നിയമം അനുസരിച്ച് കൊടു, അല്ലെങ്കിൽ നാളെ ഹറാമാവും. അള്ളാഹു കാക്കട്ടെ. അള്ളാഹു ഞങ്ങളെ മുതലിൽ സമ്പത്തിൽ ബർക്കത്ത് ചെയ്യട്ടെ. മുസ്തഫായ നബി തങ്ങൾ പിന്നെയും പോവുകയാണ്. ആ പോണ നേരത്ത് ഒരു കൂട്ടം ജനങ്ങള് അവരുടെ സ്വന്തം കൈകൊണ്ട്, അവരെ കയ്യിൽ കത്രികയുണ്ട്, കത്തിയുണ്ട്, ഈർച്ചവാളുണ്ട്. ആ കത്തി കൊണ്ട്, കത്രിക കൊണ്ട്, ഈർച്ചവാള് കൊണ്ട് അവരുടെ സ്വന്തം നാവിനെയും ചുണ്ടിനെയും ചിറിയെയും അവർ മുറിക്കുന്നു. ചുണ്ടിനെ മുറിക്കുന്നു, നാവിനെ മുറിക്കുന്നു. അങ്ങനെ മുറിച്ചിട്ടാകുമ്പോ പിന്നെയും നാവ് മിന്നത്ത പോലെയാണ്, ചുണ്ടും ചിറിയും അതുപോലെ തന്നെ മിന്നത്ത പോലെയാണ്. പിന്നെയും മുറിക്കുന്ന, പിന്നെയും അങ്ങനെയാണ്, പിന്നെയും മുറിക്കുന്ന, പിന്നെയും അങ്ങനെയാണ്. മുറിച്ചിടാകുമ്പോ പറ്റേ ഇല്ലാണ്ടാന്നില്ല. ബൈക്ക് അതിലത് എന്താ പറയാ, പൂർവ്വസ്ഥിതിയിലാണ്. ബൈക്കാതിൽ അങ്ങനെ മുറിക്കുന്നത്, പിന്നെയും കണ്ടാക്കുന്നു, പിന്നെയും മുറിക്കുന്നു, പിന്നെ അങ്ങനെ പിന്നെയും മുറിക്കുന്നു. ഈ ഒരു ശിക്ഷ ഒരു കൂട്ടർക്ക്. അവരെ സ്വന്തം കൈകൊണ്ട്, അവരെ കയ്യിലുള്ള കത്തി കൊണ്ട്, വാളുകൊണ്ട്, കത്രിക കൊണ്ട് സ്വന്തം ചുണ്ടുകളെയും നാവുകളെയും അവർ സ്വയം മുറിക്കുന്നവരവസ്ഥ ഈ ഭീകരമായ കാഴ്ച കണ്ടപ്പോ മുസ്തഫായ നബി തങ്ങൾ ചോദിച്ചു, മൻഹും യാ ജിബ്രീൽ, ആരാണിവര്? ഹബീബായ നബി തങ്ങൾ പറഞ്ഞു, ജിബ്രീൽ പറഞ്ഞു, നബി ഇതാരറിയുമോ? നിങ്ങളെ സമുദായത്തിലെ പ്രസംഗിക്കുന്ന പ്രാസംഗികന്മാരാണ്, പ്രഭാഷകന്മാരാണ്, വഅലന്മാരാണ്. അല്ലാഹു ഞങ്ങളെ കാക്കട്ടെ. ജീവിതത്തിൽ ഒന്നും ചെയ്യാതെ നാട്ടുകാർക്ക് വേല പറയുന്ന പ്രഭാഷകന്മാർ, നാട്ടുകാരെ നന്നാക്കാൻ നോക്കുന്നോർ, നാട്ടുകാരെ ചേലാക്കാൻ നോക്കുന്നോർ, സ്വന്തത്തിനൊന്നും ബാധകമല്ല, സ്വന്തം ജീവിതത്തിൽ അതില്ല, സ്വന്തം നോക്കുന്നേ ഇല്ല. നാട്ടുകാരെ നന്നാക്കണോലോ. ലിമ തഖൂലൂന മാ ലാ തഫഅലൂൻ. മറ്റുള്ളവരോട് നിങ്ങൾ ചെയ്യാത്തത് പറയണ്ട. നിങ്ങൾ സ്വന്തം നന്നാവാതെ മറ്റുള്ളവരെ ഉപദേശിക്കണ്ട.
നാട്ടുകാർക്ക് വേണ്ടിയിട്ട് സ്വന്തം ജീവിതത്തിൽ പകർത്താതെ ജീവിതത്തിന് ബാധകമാകാത്ത നിലക്ക് നാട്ടുകാർക്ക് വയലു പറയുന്ന വയലന്മാരില്ലേ, പ്രഭാഷകന്മാരില്ലേ, അവർ നാളെ ആഖിറത്തിൽ ഭീകരമായ ശിക്ഷ അനുഭവിക്കുന്നവരാണ്. അല്ലാഹുവേ, നല്ല മജ്ലിസിന്റെ ബർക്കത്ത് കൊണ്ട് സാധുക്കളായ ഞങ്ങളല്ല കാക്കട്ടെ. ആമീൻ ജല്ലല്ലാഹു, ഞങ്ങളെ കാക്കട്ടെ. വയലെല്ലാവർക്കും ചെല്ല, എണക്കൊന്നും നീട്ടിയിട്ട് ചെല്ല. 2.5 മണിക്കൂർ എണക്കും ചെല്ല. വയലിൽ ചെല്ലാൻ പല പണിയൊന്നുമില്ല, അതിന് അതേപോലെ ചെയ്യാൻ പണിയുള്ള ചെല്ലാൻ പണി എന്നിട്ടുള്ള സ്വബേന്ന് വിളിച്ചിട്ട് പ്രിപ്പയർ ആക്കിയിട്ട് വന്നിട്ട് ചെല്ലാം. അൽഹംദുലില്ലാഹ്, അല്ലാഹുവിന്റെ തൗഫീഖും നിങ്ങളെ പോലത്തെ ഒരു ദുആ ഉണ്ടോ കണക്ക് ഞാനും ചെല്ലാം. ചെല്ലാൻ എല്ലാവർക്കും ആണ്. രാഗം വലിക്കാനും നീട്ടാനും ആയത്തോതാനും ഹദീസോതാനും. സ്വന്തം ജീവിതത്തിലോ നഹി തോ സറാ ബി നഹി, ഇല്ല പോ. കുറച്ചെങ്കിലും വേണ്ടേ? എല്ലാം ചെയ്യാൻ കഴിഞ്ഞോളൊന്നില്ല, കുറച്ചെങ്കിലും വേണ്ടേ? ഇത് ഒന്നും ബാധകമല്ല. നാട്ടുകാർ നന്നാണോ? നാട്ടുകാരെ തലയിൽ തൊപ്പി വേണോ? നാട്ടുകാർ പാൻറ് ഇടുമ്പോ ജനിയാണിക്ക് മീത്താണോ? നാട്ടുകാർ തുപ്പുമ്പോ എത്ത ഭാഗത്ത് തുപ്പാണോ? മുന്നിലേക്ക് തുപ്പിറാൻ കയ്യാ? നാട്ടുകാരെ മംഗലം ചേലാണോ? നാട്ടുകാരെ നിക്കാഹ് ഹലാലാണോ? നാട്ടുകാരെ നിസ്കാരം ക്ലിയർ ആണോ? നമ്മളത് നാളെ ആഖിറത്തിൽ വരല കടിക്കേണ്ടി വരും. എനിക്കാണ് ഈ വേല, നിങ്ങൾക്കല്ല, എനിക്കാണ് ഈ വേല. അല്ലാഹു മുതഅല്ലിമീങ്ങളെ ബർക്കത്തുകൊണ്ട് ഞങ്ങളെ ഇസ്സത്ത് കാക്കട്ടെ. അല്ലാഹു ദുനിയാവിലും ആഖിറത്തിലും ഞങ്ങളെ സലാമത്താക്കട്ടെ. നാളെ ഈ നിലക്കുള്ള വയലന്മാർ, പ്രഭാഷകന്മാർ പൈസ കിട്ടുന്നതിലിട്ട് എങ്ങനെങ്കിലും രാഗം നീട്ടണ്ട. പൈസ ആക്കാൻ ഈ പണി എന്നാണെന്നൊന്നുമില്ല. തെങ്ങിന്റെ തേങ്ങ ഒരുക്കാൻ പോയെങ്കിൽ പൈസ മനുഷ്യന്മാർ പലതും ചെയ്യുന്നു. അയാൾക്ക് എന്റെ പേടി, അയാൾക്ക് എന്റെ ഇഷ്ടം പോലെ ആകുന്നില്ല പൈസ. അത് തന്നോനും കിട്ടി എനക്കും അല്ല അറിയും എത്ര കിട്ടി. നാട്ടുകാർ എന്തു ചൊല്ലും? അല്ലേ, എന്റെ എന്നെ കുറെ ആൾ ചെല്ലും, നിങ്ങൾക്ക് എന്റെ പേടി നിസാമി, നിങ്ങൾക്ക് എന്റെ പേടി എന്റെ, നിങ്ങൾ ഇങ്ങനാക്കിയ 5, ഇങ്ങനാക്കിയ 10. അല്ല കാത്ത് 3 കൈയില്ലാത്ത 15 ചെല്ലട്ടിയോ? ഏടെ 10 തന്നെ എനക്കറിയയില്ല. ഇനിയിപ്പോ ഇന്ന് ഈടുന്ന് കിട്ടിയങ്ങായി. അല്ലാഹു ബർക്കത്ത് ചെയ്യട്ടെ. മനുഷ്യന്മാർ ചെല്ലാൻ കാണാം. അയാൾ പൂക്കോടത്തോളമുള്ള പൈസ ഉണ്ടായിട്ട് കാര്യമില്ല. അല്ലാഹു തആല ഞങ്ങൾ തന്ന പൈസ അത് ദീനിനും സമുദായത്തിനും കുടുംബത്തിനും ഉപകാരപ്പെടുന്ന സമ്പത്താക്കട്ടെ. അത് ഹലാലായ സമ്പത്താക്കട്ടെ. അത് മരുന്നിന് ചെലവാക്കപ്പെടുന്ന ഗതികേടുള്ള വരുത്താതിരിക്കട്ടെ. ആ നിഅമത്തിനെ തൊട്ടുള്ള അസൂയ അല്ലാഹു തട്ടിമാറ്റട്ടെ. മനുഷ്യന്മാർ അങ്ങനെ പലതും ചെല്ലും. ആ കമ്മിറ്റിക്കാർ സാധാരണ ചെല്ലലുണ്ട്. അങ്ങനെ ഈ എടുത്ത കമ്മിറ്റിയല്ല, ഈ ഉസ്താദിനെ നിർത്തുമ്പോൾ ഫസ്റ്റ് ചെല്ലലുണ്ട്. ഉസ്താദ് ശമ്പളം 12,000 എന്നും നിങ്ങൾ ടെൻഷൻ ആക്കണ്ട, ഇഷ്ടം പോലെ പുറത്തുനിന്ന് കിട്ടുന്നു. ഇഷ്ടം പോലെ പുറത്തുനിന്ന് കിട്ടുന്നു. ഏത് നാട്ടിലും ഉസ്താദ്മാരെ നിപ്പിക്കുമ്പോ ചെല്ലലുണ്ട്. അവർ ചെല്ലല, കാരണം ഓർ ഈമാനും വിദ്യാഭ്യാസവും ഉള്ള നല്ല നാട്ടുകാർ. ഓർ ചെല്ലല, ഓർക്ക് ബോധമുണ്ട്. ചില കമ്മിറ്റിക്കാരാണ് ഇങ്ങനത്തെ പേടിക്കണ്ട, ടെൻഷൻ ആക്കണ്ട, ഇഷ്ടം പോലെ പുറത്ത് കിട്ടുന്നു. ഈ ചെല്ലുവിന്റെ ഉപ്പാപ്പ മരിച്ചിട്ട് 48 ഇന്നോളൊരു യാസിൻ ഓദിപ്പിച്ചിട്ടോ. എന്നോ ചെല്ലാണ്ട പുറത്ത് കിട്ടുന്നത് നീ വെച്ചോ. അയാൾക്ക് ശമ്പളം കൊണ്ട് പരിഹരിച്ചു. പുറത്ത് കിട്ടുന്ന ഖത്തറിൽ ഇപ്പൊ അയാൾ വന്നിട്ട് ശരിക്കാൻ പറയുന്നതല്ല. അത് ഞമ്മ ആശിക്കാനും പാടില്ല, ഞമ്മത് ആഗ്രഹിക്കാനും പാടില്ല. തരുന്നത് അവരെ ഇഷ്ടം, അത് അവരെ സമ്മാനം, ഹദിയ. അത് നമ്മളെ പണിക്കുള്ള കൂലിയല്ല, ആലിമീങ്ങളത് പണിയല്ല. 2-3 കൂട്ടർ ചെയ്യുന്ന ജോലി അത് ജോലിയല്ല, അത് സേവനമാണ്. അത് ജോലിയായി കാണരുത്. അവരെ ജോലിന്റെ ആൾക്കാരായി, പണിക്കാരായിട്ടും കാണരുത്. ഒന്ന് ആലിമീങ്ങളത് ജോലിയല്ല, സേവനമാണ്. ഡോക്ടർമാരത് ജോലിയല്ല, സേവനമാണ്. അത് ജോലിയായി കാണരുത്, അവരെ പണിക്കാരായിട്ട് കാണരുത്. അവർ എല്ലാം കൊണ്ടും ആദരിക്കപ്പെടേണ്ടവരും അഭിനന്ദിക്കപ്പെടേണ്ടവരുമാണ്. സമൂഹത്തിൽ വലിയ സ്ഥാനമുള്ളവരാണ്. അള്ളാന്റെ അടുക്ക വലിയ ബഹുമാനവും കറാമത്തും ഉള്ളവരാണ് ആലിമീങ്ങള്. അള്ളാഹു ഞങ്ങളെ ഉഖ്റവിയായ ആലിമീങ്ങളിൽ പെടുത്തട്ടെ. മുസ്തഫായ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ കണ്ട പിന്നൊരു കാഴ്ച എന്തറിയാ? ഒരു കൂട്ടം പെണ്ണുങ്ങള്
അവരുടെ സ്വന്തം മാറിടങ്ങള്, അവരുടെ 2 മുലകള് കൂട്ടിപ്പിടിച്ച് ചുരുട്ടിയിട്ട് അങ്ങനെ കെട്ടിയിട്ടുണ്ട്. വേദന കൊണ്ട് പിടക്കുകയാണവര്. വല്ലാത്തൊരവസ്ഥയാണ് അവർക്ക്, സഹിക്കുന്നില്ല. അവരുടെ സ്വന്തം മാറിടങ്ങള്, സ്വന്തം മുലകള് കൂട്ടിപ്പിടിഞ്ഞ് ചുരുട്ടി കൂട്ടിയിട്ട് അങ്ങനെ കെട്ടിയിട്ടുണ്ട്. വേദന കൊണ്ട് പെടപെടക്കുന്ന പെണ്ണുങ്ങളെ കണ്ടപ്പോ ഹബീബായ റസൂലുള്ള ജിബ്രീലിനോട് ചോദിച്ചോ, ജിബ്രീല് മൻഹുന്ന, ഇവരാരാ ജിബ്രീല്? മഹാനായ ജിബ്രീൽ പറഞ്ഞു, നബിയേ, അവർ നിങ്ങളെ ഉമ്മത്തീങ്ങളിൽപ്പെട്ട വ്യഭിചാരികളായ പെണ്ണുങ്ങളാണ്. അവറത്ത് തുറന്ന് കാട്ടി നടന്ന പെണ്ണുങ്ങളാണ്. തൊലിവെളുപ്പും ചന്തവും ക്രീമും അതുപോലെ തന്നെ ഫേഷും എല്ലാം കാട്ടിയിട്ട് നടന്ന പെണ്ണുങ്ങള്, അന്യവന്റെ മുമ്പിൽ അവറത്ത് വെളിവാക്കിയ പെണ്ണുങ്ങള്, അവർക്കുള്ള അദാബാ നബിയേ, അല്ലാഹ് കാക്കട്ടെ. പൊന്നുമോളെ ജാഗ്രത. അല്ല തന്നിട്ടുണ്ട് നല്ല ചേല, അല്ല തന്നിട്ടുണ്ട് നല്ല കളറ്, അല്ല തന്നിട്ടുണ്ട് നല്ല ഗ്ലാമർ, അല്ല തന്നിട്ടുണ്ട് നല്ല അട്രാക്ഷൻ ഫിഗർ. എല്ലാം ശരി തന്നെയാണ്. പക്ഷേ അത് നാട്ടുകാരെ കാട്ടാനുള്ളതല്ല. അത് സോഷ്യൽ മീഡിയയിലെ ക്യാമറന്റെ മുമ്പിൽ ഇരുന്നിട്ട് റിലീക്സ് ഇടാൻ വേണ്ടിയിട്ട് തുള്ളാനുള്ളതല്ല. ജാഗ്രത. നീ പെണ്ണാണ്. പെണ്ണിന് ആദ്യം വേണ്ടത് പൊന്നല്ല, ഹയാ, നാണം, ലജ്ജ, ചങ്കി. ഇതെല്ലാം ഒന്നെന്നാവലെ. ഞാൻ തിരിയാൻ വേണ്ടിട്ട് 5-6 ഭാഷയിൽ ചെല്ലിന്ന് മാത്രം. നിങ്ങക്ക് തിരിഞ്ഞാ? നിങ്ങക്ക് ഈ ഭാഷ തിരിഞ്ഞാ? അല്ല നിങ്ങക്ക് ഭാഷ ഇല്ലേ? ഭാഷ ഇല്ല എന്നല്ല, നാളെ ക്ലിപ്പ് പറയല്ലേ. പെണ്ണിന് ആദ്യം വേണ്ടത് പൊന്നല്ല. പെണ്ണിന്റെ ഏറ്റവും വലിയ പൊന്ന്, പെണ്ണിന്റെ ആഭരണം ലജ്ജ, നാണം, ചങ്കി. ആണുങ്ങ പെണ്ണ് പണ്ടത്തെ പെണ്ണുങ്ങല്ലേ അല്ലേ? ഇന്ന് അളിയാ ഇപ്പൊ മംഗളത്തിന്റെ പന്തലൊക്കെ പോലെ കാലിയാർ വന്നങ്ങ് പോകാൻ കയറ്റായിരുന്നു. ഇപ്പൊ ആര്യാള് അമ്മ ആരാ? ഇപ്പൊ അതൊരു ഫാഷനാണ്. ഇപ്പൊ ആണുങ്ങൾ അപ്പുറം, ആണുങ്ങൾ പെണ്ണുങ്ങൾ അപ്പുറം കൈ കൊടുക്കും. മംഗളത്തിന്റെ ഇടമയിൽ 5-ന്റെ എല്ലാം ജോറ്. അതിന് ഉസ്താദ, കാളിയ, തങ്ങള, കെട്ടിയോന, കുട്ടി, അങ്ങനത്തെ വിഷയമൊന്നും ഇല്ല. ആശുപത്രിന്റെ അവിടെ തന്നെ ഇപ്പോ അവിടെ ആര് എണിക്കിഞ്ഞിട്ട് ആര് വരുന്നത്? അസ്സലാമു അലൈക്കും. ഇനി മംഗളത്തിന്റെ അവിടെ ഈ ഫാഷൻ ജോറാണ് ഇപ്പത്തെ ഒരു ട്രെൻഡ്, ഒരു ന്യൂ ജനറേഷന്റെ ഒരു സ്റ്റൈൽ, യൂറോപ്യൻ ക്രിസ്ത്യൻ സ്റ്റൈൽ. നമ്മളെ മംഗലല്ല ആ മോഡലൊക്കെ മറ്റു മതത്തിന്റെ സ്റ്റൈലായിരുന്നു. മംഗലല്ല കാണുന്നില്ലേ എന്തെല്ലാം കോലാണ്? പെണ്ണ് കാണലും അങ്ങനെ, മെഹന്തി, മറ്റത് മറിച്ചത്, കൈ കൊടുക്കല്, കാല് കൊടുക്കല്, ബർത്ത്ഡേ, അത് ഇത് മറ്റേ മറിച്ച. അല്ലാഹു തആല ഞങ്ങളെ മക്കളെ കൊണ്ട് അല്ലാഹു ഞങ്ങളെ ഇസ്സത്ത് കേടിലാക്കാതിരിക്കട്ടെ. ഇന്ന് നിയന്ത്രിക്കാൻ കഴിയാത്ത ഒരവസ്ഥയാണ്. ഇന്ന് ആർക്കും നിയന്ത്രിക്കാൻ കഴിയാത്ത ഒരവസ്ഥ. സമുദായം മാറിയിട്ട് എവിടെയോ എത്തിപ്പോയി. ബേലി തന്നെ ബല തിന്നുന്ന ഒരവസ്ഥയിലേക്ക് അല്ലാഹു ഞങ്ങളെ കാക്കട്ടെ. ആമീൻ. ഇങ്ങനത്തെ മുണ്ടനില്ല. നിങ്ങെന്തോ ആഴ്ചനായിക്കൊണ്ടുണ്ടല്ലോ. എന്ത് വിഷയം? മംഗലമുണ്ട പരലി എള്ളോണ് ജാഗ്രതാക്കി. നാട്ടുകാർക്ക് തിന്നാൻ കൊടുത്തിട്ട് നിങ്ങളെ ബല കളഞ്ഞിരണ്ട, നിങ്ങളെ ഇസ്സത്ത് കളഞ്ഞിരണ്ട. നാളെ ആഖിറത്തില് ഈ കോലത്തിലായി പോണ്ട. പടച്ചറബ് കാക്കട്ടെ, പടച്ചറബ് കാക്കട്ടെ. അല്ലാഹു ഞങ്ങളെ കാക്കട്ടെ. ആമീൻ ചൊല്ല്. അല്ലാഹു ഞങ്ങളെ കാക്കട്ടെ. നിങ്ങെന്താ ആമീൻ ചൊല്ലാൻ പേടിക്കുന്നേ? എനക്കിത് ചെല്ലാനുള്ള പേടിയില്ല. നിങ്ങൾ ആമീൻ ചൊല്ലാൻ പേടിക്കുന്നതിന് നിങ്ങൾ 5,000 രൂപ തരും, ഞാൻ പേടിക്കണം? മുസ്തഫായ നബി തങ്ങൾ മിഅ്റാജിന്റെ രാത്രി കണ്ട കാഴ്ചകളാണ്. അല്ലാതെ ഏതോ ഡിങ്കന്റെ കഥ പറഞ്ഞതല്ല, സാഹിത്യ പുരാണം പറഞ്ഞതല്ല, സാങ്കല്പിക കഥ പറഞ്ഞതല്ല. ഹബീബായ നബി തങ്ങൾ കണ്ട ഭീകരമായ കാഴ്ചകള്. ലിനുരിയഹു മിൻ ആയാതിനാ. ഇസ്രായിന്റെ യാത്രയില്, പിന്നീട് അങ്ങോട്ടുള്ള മിഅ്റാജിന്റെ യാത്രയില് ഹബീബായ നബി തങ്ങൾ കണ്ട ഭീകരമായ കാഴ്ചകൾക്ക് കണക്കില്ല. എല്ലാം ഈ സമുദായം പിന്നീട് അനുഭവിക്കുന്ന ഭീകരമായ അവസ്ഥകൾ. അല്ലാഹു ഞങ്ങളെ കാക്കട്ടെ, അല്ലാഹു ഞങ്ങളെ കാക്കട്ടെ, അല്ലാഹു ഞങ്ങളെ കാക്കട്ടെ. ഈ നല്ല മജ്ലിസിന്റെ ബർക്കത്ത് കൊണ്ട് അല്ലാഹു ഞങ്ങളെ നന്നാക്കട്ടെ. ഒരുപാട് കാഴ്ച
കാഴ്ചകൾ കണ്ടിട്ട് മുസ്തഫ നബി തങ്ങൾ ബൈത്തുൽ മുഖദ്ദസിലേക്ക് എത്തുന്നു. അവിടെ എത്തിയ നേരം ആദ്യമായിട്ട് ജിബ്രീൽ അതാ ഫജാ ജിബ്രീലു ബിഇനാഇൻ മിൻ ഖമറിൻ ബിഇനാഇൻ മിൻ ഖമർ, കള്ളിന്റെയും അതുപോലെ തന്നെ പാലിന്റെയും ഒരു പാത്രം മഹാനായ ജിബ്രീൽ കൊണ്ട്. ഒന്നിൽ കള്ളുണ്ട്, റമ്മ് 150ന്റെ, പിന്നെ ഒന്നിൽ നല്ല പാല് 1.5 നാടൻ ഒരു പാല്. ഇത് രണ്ടും കൊണ്ടിട്ട് നബി തങ്ങളെ മുമ്പിൽ വെച്ചു. നബിയെ, നല്ലോണം ക്ഷീണിച്ചിട്ടാണ് യാത്ര. ഇനിയും യാത്ര ഭയങ്കര ഡേഞ്ചർ. ഇതിന്റെ കട്ടി അപ്പുറം ഇനിയുള്ളത് സ്പേസ്, സൂപ്പർ സ്പേസിലേക്ക്, സൂപ്പർ സ്പേസിലേക്ക്, ഭയങ്കരമായ ലോകത്തേക്ക് അല്ലേ. മീറ്റക്കെല്ലാം പോകാൻ പണി എത്ര ഉണ്ട്? ഓക്സിജൻ എല്ലാം എന്താവും? ശാസ്ത്രലോകം തന്നെ പറയുന്നുണ്ട് ഏറ്റവും ചുരുങ്ങിയത്, ഏറ്റവും കൂടിയത് 32 കിലോമീറ്റർ വരെ ഞങ്ങൾക്ക് ഈ ദമ്മ് പിടിച്ചിട്ട് പോവാം. മീറ്റക്ക് 14 കിലോമീറ്റർ എന്നാണ് ചുരുങ്ങിയത്. ഏറി 34 കിലോമീറ്റർ വരെ ഈ ദമ്മിൽ പോവാം. അതിന്റെ അപ്പുറം നിങ്ങൾ പോന്നെങ്കിൽ ഓക്സിജൻ സിലിണ്ടർ എടുത്തോണ്ടേ പോണം, അല്ലാണ്ട് ഈ ദമ്മിൽ പോവാൻ കഴിയാ. പെടപെടക്കും നിങ്ങ. ഏതുപോലെ വെള്ളത്തിന്റെ ഉള്ളിലുള്ള മീന് അതെടുത്തിട്ട് പുറത്തേക്ക് കിട്ടെങ്കിൽ ഓക്സിജൻ കിട്ടാതെ പെടക്കുന്നത് പോലെ നിങ്ങൾ പെടഞ്ഞു വരും. അതിന്റെ ഓക്സിജൻ വെള്ളത്തിന്റെ ഉള്ളിലാണ്, ഞങ്ങളെ ഓക്സിജൻ വെള്ളത്തിന്റെ പുറത്താണ്. അത് ഈ സ്പേസിലാണ്. അപ്പൊ ഉസ്താദേ, റസൂലുള്ള മനുഷ്യനല്ലേ? അപ്പൊ 32 കിലോമീറ്റർ അപ്പുറല്ലേ പോയിനെ? അപ്പുറം അതിന്റെ അപ്പുറല്ലേ? ഏടെല്ലാം പോയി അത്താലെ ബഹരിൻ നൂരി ജിബ്രീലും വഖഫ്. അല്ലേ ഇവിടെ ബൈത്തുൽ മഅമൂർ കണ്ടോ, സിദ്റത്തുൽ മുൻതഹ കണ്ടോ, 7 ആകാശം കണ്ടോ, അതിന്റെ അപ്പുറം കണ്ടോ, എല്ലാം കണ്ടിട്ടാണ് അവിടെ പോയത്. അപ്പൊ പിന്നെ നിങ്ങൾക്കൊരു ചോദ്യം ഉണ്ടാവും, ഉസ്താദല്ലേ പറഞ്ഞ് മീത്ത പോകുമ്പോ പിന്നെ ഓക്സിജൻ ഇല്ലാണ്ടാവുമെന്ന്, ജീവനപായപ്പെടുമെന്ന്, പ്രയാസമാവുമെന്ന്. അപ്പൊ പിന്നെ റസൂലുള്ളാഹി തങ്ങൾ പോയതങ്ങനെ. അവിടെയാണ് മിഅ്റാജ് ആകുന്നത്, അവിടെയാണ് ഇസ്രാ ആകുന്നത്, അവിടെയാണ് മുഅ്ജിസത്താകുന്നത്, അവിടെയാണ് റസൂലുള്ളയാകുന്നത്, അവിടെയാണ് അല്ലാഹുവിന്റെ ഖുദ്റത്തായി കാണുന്നത്. അപ്പോഴാണ്, അത് വിശ്വസിക്കുമ്പോഴാണ് ഞങ്ങളെ ഈമാന് പൂർണ്ണമാകുന്നത്. അല്ലാഹു തആല ഒരു കാര്യം ചെയ്യണോ, കൊടുക്കണോ, എടുക്കണോ എന്ന് തീരുമാനിച്ചെങ്കിൽ പിന്നെ അവിടെ ഓക്സിജൻ, നൈട്രജൻ, ഹൈഡ്രജൻ എന്നൊന്നും പ്രശ്നേ അല്ല. അങ്ങനെ ഇപ്പൊ സ്വർഗ്ഗമായിട്ടുള്ള സിറ്റി സെന്ററല്ല സ്വർഗം. എത്ര ഓക്സിജൻ മീറ്റ് ഇല്ല ഇപ്പൊ. അത് ആദം നബിനെ പഠിച്ചനേടാ, ആദം നബി അലൈഹി ഇസ്ലാമിനെ പഠിച്ചത് അവിടെ സ്വഹീഹായ ഹദീസിൽ കാണാം, സ്വർഗ്ഗലോകത്ത് അർശിന്റെ ചുവട്ടിൽ സ്വർഗം ഈ തന്നെ. അത് വിട്, ഇപ്പൊ ആദലും ചെയ്ത് തലക്കോയിക്കൊണ്ടെന്നല്ല. ഈസാ നബി ആടല്ല, ബന്ദർല അല്ല. 4 നബിമാർ ഇന്നും ജീവനോടെയുണ്ട്. 2 ഫിസ്സമായി വ2 ഫിൽ അർളി. 4 നബിമാർ ഇന്നും ഹയാത്തിലുണ്ട്. 2 വാനലോകത്ത് സൂപ്പർ സ്പേസില്. എത്രയോ മീത്തയാണവര്. ഒന്ന് ഈസാ നബി, മറ്റൊന്ന് ഇദ്രീസ് നബി. വറഫഅനാഹു മകാനൻ അലിയാ. ഇദ്രീസ് നബി, പിന്നൊന്ന് ഈസാ നബിനെ കൊന്നിട്ടില്ല. ഈസാ നബിനെ ശിലുബേലി കയറ്റിയിട്ടില്ല. ഈസാ നബിയെ കുരിശിലേറ്റിയിട്ടില്ല. ഈസാ നബി കൊല്ലപ്പെട്ടിട്ടില്ല. വമാ ഖതലൂഹു വമാ സലബൂഹു വലാകിൻ ശുബ്ബിഹ ലഹും. പരിശുദ്ധ ഖുർആനല്ല. വമാ ഖതലൂഹു യഖീനാ ഇല്ല ഈസാ നബി അവർ കൊന്നിട്ടില്ല. അത് അവർക്ക് മിസ്സായതാണ്. ഈസാ നബി എവിടെ ഉണ്ട്? ആകാശലോകത്ത്. അപ്പൊ പിന്നെ ഓക്സിജനും കാര്യമല്ലോ. അതെല്ലാം അല്ല വേണ്ട പോലെ സെറ്റിംഗ് ആക്കിയാണ്. അതല്ലാന്റെ മഹാന്മാരായതുകൊണ്ട് അവർക്ക് പ്രത്യേക സോഫ്റ്റ്വെയർ ഉണ്ട്, ആപ്പ് ഉണ്ട്. അതല്ല അവരോട് ഡൗൺലോഡ് ആക്കാൻ ചെയ്യാൻ പറഞ്ഞ് അല്ല വേണ്ട പോലെ സെറ്റിംഗ് ആക്കിയിട്ടും കൊടുത്തു. ഞങ്ങൾക്ക് ഞങ്ങൾ ആ പോസ്റ്റിലേക്ക് പോകണോ? ഏത് പോസ്റ്റിലേക്ക്? ഔലിയാക്കന്മാരെ പോസ്റ്റിലേക്കാ, മഹാന്മാരെ പോസ്റ്റിലേക്കെല്ലാം പോയെങ്കിലും നമുക്കും അതുണ്ടാവും. അല്ലാഹു തആല ഞങ്ങളെയും ആ കൂട്ടരിൽ പെടുത്തട്ടെ. പിന്നെ നിങ്ങൾക്ക് അങ്ങനെ മീറ്റേക്ക് പോയിട്ട് മീറാജിലേക്ക് എത്താൻ കയ്യാല, ബുദ്ധിമുട്ടാവും അറിഞ്ഞിട്ടാണ് നിങ്ങൾക്ക് താഴെന്നൊരു മീറാജ് അല്ല സെറ്റാക്കിയത്.
ആ ഏതത് ഏത് നിസ്കാരം അതന്നെ പിന്നെ വലക്കെ നിസ്കാരം അത് മിഅ്റാജാണ്. അസ്സലാത്തു മിഅ്റാജുൽ മുഅ്മിനീൻ. അത് മുഅ്മിനായ ആണുപെണ്ണുങ്ങളുടെ മിഅ്റാജാണ്. അല്ലാഹുമായിട്ടുള്ള മുലാഖാത്താണ്, ഫേസ് ടു ഫേസ്. അതാണ് നിസ്കാരം. മുസ്തഫ നബി തങ്ങൾക്ക് അവിടെയാണ് ഉണ്ടായതെങ്കിൽ നിങ്ങൾക്കതിവിടെ. ഹബീബായ നബി തങ്ങളതാ മസ്ജിദുൽ അഖ്സായിലെത്തിയ നേരം ജിബ്രീൽ 2 കപ്പ് വെള്ളം കൊണ്ടുവന്നു. ഒന്നിലെ കള്ള, മറ്റതില് പാല്. സുബ്ഹാനല്ലാഹ്. നബിയോട് പറഞ്ഞു, നബിയേ വേണ്ടത് കുടിച്ചോ നബിയേ. ഒന്നില് കള്ളുണ്ട്, മറ്റതില് പാലുണ്ട്, വേണ്ടത് തെരഞ്ഞെടുത്തോ. മഹാനായ റസൂലുള്ളാഹി പറഞ്ഞ ഹദീസ് ബുഖാരിയിലെ കാണാം. ബുഖാരിന്റെ ഹദീസാണ്, സ്വഹിയായ ഹദീസാണ്. ഇഖ്തറത്തുൽ ലബന, ഞാൻ പാല് തെരഞ്ഞെടുത്തു. പാലങ്ങെടുത്തിട്ട് കുടിച്ച നേരം ജിബ്രീൽ എന്നോട് പറഞ്ഞെന്തറിയ നബിയേ, ഖദ് ഇഖ്തറത്തൽ ഫിത്ര, പക്വമായത്, എല്ലാം കൊണ്ടും പ്രകൃതിയോട് യോജിച്ചത്, അനുയോജ്യമായത് നിങ്ങൾ തെരഞ്ഞെടുത്തു നബിയേ. അതുകൊണ്ട് പാല് നിങ്ങൾ തെരഞ്ഞെടുത്തത് നന്നായി നബിയേ. ഒരു വേള കള്ളായിരുന്നു നിങ്ങൾ തെരഞ്ഞെടുത്തിനെങ്കിൽ നിങ്ങളെ സമുദായം ഭൂരിഭാഗവും കള്ളിലൂടെ വെടക്കാവുമായിരുന്നു, കള്ളുകുടിയന്മാരാകുമായിരുന്നു നബിയേ. നിങ്ങൾ പാല് തെരഞ്ഞെടുത്തത് നന്നായി നബിയേ. അല്ലേ മുസ്തഫ നബി തങ്ങളുടെ ഹദീസല്ലേ? ഏറ്റവും നല്ല ഫുഡാണ്, ഏറ്റവും നല്ല പാനീയമാണ് എന്ത് എന്ത് നിങ്ങ എന്റെ കൂടെ ഇല്ലേ? പാല്. അല്ലോ പാല് കഫാന്നല്ലോ, പാല് ഗ്യാസ് ആണല്ലോ. ഡോക്ടർമാരുടെ അഭിപ്രായത്തില് ആധുനിക മെഡിക്കൽ സയൻസിൽ പറഞ്ഞെന്നറിഞ്ഞ പാല് വലിയ ഫുഡേ അല്ല, പാല് ഉപയോഗിക്കാനേ പാടില്ല, അത് ഒഴിവാക്കേണ്ട സാധനമാണ്. അല്ല, അങ്ങനല്ല. അത് അവർ ഇനിയും പഠിക്കാനുണ്ട് കുറച്ച്. മെഡിക്കൽ സയൻസ് ഇനിയും കൂടി കുറച്ചും കൂടി പഠിക്കും. പഠിച്ച് 5 കൊല്ലം കഴിയുമ്പോ പറയും ബെസ്റ്റ് പാലാണ് ഉത്തമം. കാരണം റസൂലുള്ളാഹിന്റെ ഹദീസാണത്. അത് ഒരിക്കലും അങ്ങനെ ആവേല. ഞാൻ ഇതേപോലെ ഒരു ക്ലാസ് എടുക്കുമ്പോ അവിടെ ഒരു ഡോക്ടർ ഉണ്ടായി. അപ്പൊ അയാൾ അതിന്റെ മുന്നേ കുറെ ക്ലാസ് എല്ലാം എടുത്തു. എങ്ങനെ കട്ടൻ ചായക്ക് ലെമൺ ബീറ്റിട്ട് കുടിക്കാൻ കഴിയ, അത് രണ്ടും കോമ്പിനേഷൻ അല്ല. മുട്ടയും പാലും ഒന്നിച്ചു പോകാൻ കഴിയ, പാലെന്നെ നന്നും കുടിക്കണ്ട, അത് അങ്ങനെ ഇങ്ങനെ എന്നെല്ലാം പറഞ്ഞു. ഞാൻ ആയത്തോ ഹദീസ് ഓതിട്ട് പറഞ്ഞു പാൽ നല്ല തന്നെ. പാൽ റസൂലിന്റെ ഹദീസിലുണ്ട്, 1.5 ഫുഡാണ് പാല്. ഹദീസുണ്ട്, സ്വഹിയായ ഹദീസാണ്, ലൈഫ് അല്ല. നമ്മളെ വഹാബി പുത്തനാശക്കാരൻ പറയും പോലെ വാറോല കോറാലൊന്നും അല്ല, സ്വഹിയായ ഹദീസ് തന്നെ. നല്ല കുടിവെള്ളം, നല്ല പാനീയം, നല്ല ഭക്ഷണം പാലാണ്. അപ്പൊ ആ ഡോക്ടർ എണീച്ചിട്ട് പറഞ്ഞെന്തറിഞ്ഞു ഇടുന്നിട്ട്, ഉസ്താദ് ഓതിയ ഹദീസ് അത് സ്വഹിയായ ഹദീസാണെങ്കിൽ അത് കൃത്യമാണ്, അത് നബി തങ്ങൾ പറഞ്ഞതാണ്. അതുകൊണ്ട് എന്റെ പഠനം ഇനിയും എനക്ക് തുടരണോ, എന്റെ തേടയോ അഭിപ്രായിന്. അതാണ് ഈമാനുള്ള ഡോക്ടർ. അതാണ് ഈമാനുള്ള ഡോക്ടർ. ഞമ്മന്തിയല്ലേട്ടി പോയി മൊയിലാരാ പോയി പണി നോക്കി, നിങ്ങൾക്കറിയാലോ. പാലങ്ങനെ നിങ്ങൾ ചെല്ലുമ്പോൾ എന്തല്ല പാല് ബെടക്കുന്നു. പാല് ബെടക്കല്ല, ഞങ്ങ ബെടക്ക്. അതെ ബണ്ണയല്ലേ ഈ പൊര കൂടിയാകുമ്പോ സുബൈക്ക് പാല് കൊടുക്കുന്ന ഫസ്റ്റ് എന്തോ ജ്യൂസ് ഓർലിക്സ് ഒന്നും കൊടുക്കണ്ട, ബോൺവിറ്റ സിറിലക്കെല്ലാം ഇതിന്റെ കാട്ടി നല്ലതില്ല അവിടെ. എന്റെ പാലെന്നെ കൊടുക്കുന്നത് 4 പഴം ഇട്ടിട്ട്. ഏറ്റവും നല്ല ഭക്ഷണം അതാണ്, ഏറ്റവും നല്ല പാനീയം അതാണ് മുസ്തഫ റസൂലുള്ളാഹ്. ഇന്നിപ്പോ അതെല്ലാം പോയി. ഇന്നിപ്പോ പൊര കുടിയാന്ന് സമ്പ്രദായം ഇല്ല. കുടിയായത് എപ്പം തന്നെ അറിയാലോ മനുഷ്യന്. കുടിയായി ഇല്ലേ ഇപ്പൊ പാല്, അതിന് മുഹൂർത്തം നല്ല സമയം നോക്കുന്ന അതൊന്നുമില്ല. പണ്ടല്ലോ ഉസ്താദുമാരൊരു ബന്ധി കേൾക്കുന്ന അങ്ങനെ ഉസ്താദ് മുടിയെടുക്കുന്ന നാളെപ്പം നല്ല, പൊരകുടിയാന്ന നാളെപ്പം നല്ല, കുറ്റടിയുന്ന. ഇപ്പൊ അതൊന്നും ഇല്ല. ഇപ്പൊ അതെല്ലാം പോയി. എന്ത് പോയെന്നറിഞ്ഞ എല്ലാം ഓനെന്നെ അറിഞ്ഞിട്ട് വന്നനെ കൊണ്ടൊന്നുമല്ല, ഓനോട് അതിന് വിശ്വാസം ഒന്നും ഇല്ല. ആ ഈമാനെല്ലാം പോയി. മാല മൗലിദുകൾ പോയി, ഖുർആന് പോയി, ദിക്ർ തസ്ബീഹ് പോയി, എല്ലാം പോയി. ഇപ്പൊ ജാഗ പൊരെല്ലാം കിട്ടുന്ന ഏടാ. പണ്ട് പൊര കിട്ടുന്നുണ്ടേനാടാ, നല്ല മണ്ണ് നോക്കിയിട്ട്, നല്ല ജാഗ നോക്കിയിട്ട്, നല്ല മുഹൂർത്തം ഗളിക നോക്കിയിട്ട് സ്ഥലം നോക്കും, കുറ്റടിക്കും അല്ലെ. ഇപ്പൊ നല്ലോണം റേഞ്ച് ആടെ കിട്ടുന്ന ആടെ കുറ്റടി, ഫുൾ ടവർ ആടെ അവിടെ കുറ്റടി. അല്ല ഉൾട്ടാ പേശ്. പണ്ടത്തിനേക്കാൾ എല്ലാം ഓപ്പോസിറ്റ് അല്ലെ. പണ്ടെല്ലാം മനുഷ്യന്മാർ പിന്നെ കാട്ടിക്കാന് അല്ലെങ്കിൽ മൂത്രിക്കാൻ പിടിച്ചെങ്കിൽ പരൻ്റെ ഉള്ളിൽ നിന്ന് പുറത്തൊക്കെ വായി.
അല്ലേ അല്ലേ? ഒരു 8, 10, 12, 15, 20 കൊല്ലം പിന്നെ നമുക്ക് മൂത്രിക്കാനോ കാട്ടിക്കാനോ പിടിച്ചെങ്കില് ഇത് ഇപ്പൊ വരാം 5 മിനിറ്റ് നിങ്ങിരിക്കി ഇപ്പൊ വരാൻ ചെല്ലിട്ട് ഒരേ വാച്ചാണ് ആ പാഞ്ഞവൻ 17 മിനിറ്റ് കഴിഞ്ഞിട്ട് നമ്മളെ കിട്ടുവന്ന അബുദാബിന്ന് വന്ന പോലെ അപ്പറഞ്ഞ സംഗതി എന്ത് അല്ലേ? ഇപ്പൊ 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 പുറത്തുള്ള പാഞ്ഞിട്ട് ഉള്ളക്ക് വരുന്നു നിക്കി വാതിൽ തുറക്കി ചിരിക്കാൻ പറയുന്നതല്ല, നേരെ ഉൾട്ട. എല്ലാം തലതിരിഞ്ഞപ്പോ അള്ളാഹു ഞങ്ങളെ നല്ലോണം പരീക്ഷിക്കുന്നു. അള്ളാഹു ഞങ്ങളെ കാക്കട്ടെ. മഹാനായ ജിബ്രീൽ അലൈഹി സ്വലാത്തു വസ്സലാം അവിടുന്ന് മുസ്തഫായ നബി തങ്ങളെ കൊണ്ട് പോകുന്ന നേരത്താണ് ഈ പാനീയം കുടിപ്പിക്കുന്നത്. അതിന്റെ ഇടയിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഒരു ഖബർ കാണിച്ചിട്ട് പറഞ്ഞു, നബിയെ ഇവിടെ നിസ്കരിച്ചോളൂ, ഇതാരതാ ഖബറു മൂസ നബി അലൈഹി സ്വലാമിന്റെ ഖബറാണ്. ഹബീബായ നബി തങ്ങൾ നിസ്കരിച്ചു. മുസ്ലിം റളിയല്ലാഹു അൻഹു ഹദീസിലെ കാണാ, സ്വഹീഹായ ഹദീസിലെ കാണാ, റഅയ്തു മൂസ ഖായിമൻ യുസല്ലി ഫീ ഖബ്രിഹി. മൂസാ നബി അലൈഹി സ്വലാം ഖബറിന്റെ ഉള്ളിൽ നിസ്കരിക്കുന്നത് ഞാൻ കണ്ടോ. ഞാൻ പുറത്ത് നിസ്കരിക്കുമ്പോ ഖബറിന്റെ അകത്ത് മൂസ നിസ്കരിക്കുന്നു, ഞാനത് കണ്ടു. മുസ്ലിം റളിയല്ലാഹു തആല റളിയല്ലാഹു അൻഹു റിപ്പോർട്ട് ചെയ്ത ഹദീസാ. ഏതുവാകട്ടെ ബുറാഖ് എന്ന വാഹനത്തെ അവിടെ കെട്ടിയിടുകയാണ് ഹബീബായ നബി തങ്ങൾ. പിന്നെ സുമ്മ ഉരിജ, ആകാശലോകത്തേക്ക് ഉയർത്തപ്പെടുന്നു. ഒന്നാം ആകാശത്ത് ആദം നബിനെ കാണുന്നു. ഒന്നാം ആകാശത്ത് ഏത് നബിനെ കണ്ടേ? മിയറാജിൽ നമുക്ക് വലിയ പാഠമുണ്ട്. സമഗ്രമായ പഠനമാണ് മിയറാജ്, ഇസ്രാ മിയറാജ്. മിനായ മനുഷ്യന്റെ ഈമാനാണ് ഇസ്രാ മിയറാജ്. അവന്റെ ഭാവി ബാസുരമാക്കാൻ പറ്റുന്ന ഒരു പാഠമാണ് ഇസ്രാ മിയറാജ്. നല്ലോണം പഠിക്കണം. അത് എന്ത് നന്നായിട്ട് പഠിക്കണം. 7 ആകാശത്തിൽ 8 നബിമാരെ കണ്ടു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. 7 ആകാശങ്ങൾ കയറി പോയി. പിന്നീട് അതിന്റെ അപ്പുറം പോയി സിദ്റത്തുൽ മുൻതഹ കണ്ട്, ബൈത്തുൽ മഅമൂർ കണ്ട്. ബൈത്തുൽ മഅമൂർ ചെല്ലെങ്കിലും മലായികത്തീങ്ങളെ പള്ളി, മക്കത്തെ പള്ളിന്റെ നേരെ സെന്റർ പോയിന്റ് ഉള്ള പള്ളി. അവിടെ വേറെ ആരോ എന്തോ മുണ്ടെന്നാണ് കുറച്ച് വെച്ചു. മെല്ലെ മുണ്ടിക്കോളി, ആവശ്യമുള്ളവർ മുണ്ടിക്കോളി. കുറച്ച് മെല്ലെ അങ്ങ് നല്ലത്. എന്നെ നോക്കി. ഒന്നാം ആകാശത്ത് കയറിയപ്പോ മഹാനായ ജിബ്രീൽ നബി തങ്ങളെ കൂട്ടിക്കൊണ്ടുപോന്നു. ഞങ്ങളുടെ അപ്പൊ പിന്നെ ബുറാഖ് എന്ന വാഹനം ഇല്ല, ബുറാഖ് എന്ന മൃഗം. ബുറാഖിന്റെ ചിത്രം കണ്ട നിങ്ങ ഇല്ലേ? അത് പണ്ട് വഹാബികൾ ഉണ്ടാക്കിയ ചിത്രമാണ് ഈ സമുദായത്തെ പറ്റിപ്പിക്കാൻ. സുന്നികളെ അതല്ലെങ്കിൽ കോടാനക്കോട് മുസ്ലിമീങ്ങളെ ഖുറാഫികളും മുബ്തദീങ്ങളും മുശ്രിക്കീങ്ങളും ആകാന് ഈ പുത്തൻവാദികൾ ഉണ്ടാക്കിയ ചിത്രമാണ് ഇന്നെല്ലാം കാണുന്ന ചില ചിത്രങ്ങൾ. അതിന്റെ ഏകദേശം രൂപ ഹദീസിൽ കാണുന്ന അങ്ങനെ, പക്ഷെ അതിനെ ഭരിച്ചിട്ട് ആ കോലത്തിലാക്കിന് അതിന്റെ ഇന്നലെ അതിന്റെ ബയോഡാറ്റ ബാക്ക് ഫയൽ അന്വേഷിക്കുമ്പോ ചരിത്രം അവിടെയാ. ഞമ്മക്ക് ഈ ചിത്രം ആക്കിയിട്ട് തന്നിട്ട് ബദ്രിയത്തിന്റെ നടുവിൽ അതിനെ വെച്ചിട്ട് തന്നിട്ട് ഞങ്ങൾ ഇന്ന് 350 റുപ്യ മേങ്ങിയിട്ട് ഞങ്ങളെ മുശ്രിക്കാക്കിയിട്ട് പ്രസംഗിക്കുന്നു, കാഫിറാക്കിയിട്ട് പ്രസംഗിക്കുന്നു. ബുറാഖ് നിങ്ങൾ കണ്ടിട്ടില്ലേ? ഈ ബദ്രിയത്തിന്റെ ഇടയിലെല്ലാം ഉണ്ടാവും നടുവിൽ ഒരു ചിത്രം. കുതിരന്റെ കാളും കയ്യെല്ലാം ഉണ്ട്, കുതിരന്റെ തടിയുണ്ട്, മനുഷ്യന്റെ മുഖമുണ്ട്, 2 ചിറകുണ്ട്. ഹദീസിൽ ഏകദേശം പറഞ്ഞതെല്ലാം ആ സ്റ്റൈൽ തന്നെ, അതിന്റെ ബോഡി ആ സ്റ്റൈൽ തന്നെയാണ് ഏകദേശം. സ്വഹീഹായ ഹദീസ് അങ്ങനെ. പക്ഷെ അങ്ങനെ ഭരിച്ചതൊന്നും ആരുമല്ല, മഹാന്മാരല്ല, മഹത്തുക്കളല്ല. അങ്ങനെയുള്ള ഒരു ക്യാമറ കണ്ടേ ആ വാഹനം കണ്ടിട്ടേ ഇല്ല ഒരു ക്യാമറയും. എന്നിട്ടത് ഭരിച്ചിട്ട് പിടിച്ചിട്ട് ഈ രീതിയിൽ ആക്കിയിട്ട് ഇന്ന് ഈ സമുദായത്തെ തമാശയാക്കുന്നത് വഹാബികളാണെങ്കിൽ ആ ചിത്രം ഉണ്ടാക്കിയതും അവർ തന്നെയാണ്. നിങ്ങൾ വേണമെങ്കിൽ അന്വേഷിച്ച് നോക്കിയത് ആരുണ്ടാക്കിയത്. നാളെ വരുമല്ലോ ക്ലിപ്പ്, ഞാൻ ഇതിന്റെ രേഖ കൊടുക്കാം. മൈക്ക കെട്ടിയിട്ട് എന്തെല്ലാം ബായിൽ വന്നനെ വളവളഞ്ഞൊന്നുമല്ല, നമുക്ക് അതിന്റെ ആവശ്യമില്ല. ദീനല്ലേ, സനദില്ലാണ്ട് പറയാൻ പാടില്ല. ദീനു ബിൽ ഇസ്നാദ് ഔ ബിൽ ഇസ്നാദ് ഔ ബിൽ ഇസ്നാദ് ഖാല റസൂലുള്ളാഹി. ദീനെന്ന് പറഞ്ഞാൽ അതിന് കൃത്യമായ രേഖ വേണം, അതിന് പരമ്പര വേണം. അതുകൊണ്ട് ഫല്ലൻദുറു അമ്മൻ തഖുദു ദീനക്കും, ഇത് ഏടുന്ന് വന്ന് എങ്ങനെ വന്ന് ഏടുന്ന് പഠിച്ച് എന്നതിന്റെ രേഖ നിങ്ങളെ കയ്യിൽ കൃത്യമായിട്ട് വേണമെന്ന് മുസ്തഫ റസൂലുള്ളാഹി.
സല്ലല്ലാഹു അലൈഹി വസല്ലം. ഇരിക്കട്ടെ, ഏഴാകാശങ്ങൾ ഇങ്ങനെ കടന്നു പോകുമ്പോ 8 നബിമാരെ മുസ്തഫായ നബി തങ്ങൾ 8 നബിമാർ മുസ്തഫായ നബി തങ്ങളെ സ്വീകരിച്ചോ. ഒന്നാം ആകാശത്തില് ആദം നബി അലൈഹിസ്സലാം, എല്ലാ നബിമാരും നബി തങ്ങ ഓരോ ആകാശം കയറി വരുമ്പോ പറഞ്ഞെന്തറിഞ്ഞ മർഹബൻ ബി അഖി സ്വാലിഹ് വന്നബി സ്വാലിഹ്, നല്ല കൂട്ടുകാരനായ നല്ല സഹോദരനായ നല്ല നബിയായ മുഹമ്മദ് നബിയെ, വെൽക്കം മുഹമ്മദ് നബിയെ, കടന്നു വരൂ നബിയെ. 5-6 പറഞ്ഞങ്ങനെ, 2 പറഞ്ഞത് അങ്ങനല്ല. ഇബ്രാഹിം നബിയും ആദം നബിയും പറഞ്ഞെന്തറിയാ മർഹബൻ ബി ഇബ്നി സ്വാലിഹ് വന്നബി സ്വാലിഹ്, നല്ല മോന് നല്ല നബിയായിട്ടുള്ള മുഹമ്മദ് നബിയെ, നല്ല മോനായിട്ടുള്ള മുഹമ്മദ് നബിയെ, അങ്ങേക്ക് സ്വാഗതം നബിയെ, കടന്നു വരൂ നബിയെ. ഒന്നാം ആകാശത്തിലെ ആദം നബി അലൈഹി സ്വലാമിനെ കണ്ടപാട് ആദം നബി അലൈഹി സ്വലാം നബി തങ്ങളെ വെൽക്കം ചെയ്യുകയാണ്. ആദം നബിയെ കണ്ട നേരത്തെ ആദം നബി വലഭാഗത്തേക്ക് നോക്കിയിട്ട് ചിരിക്കുന്നു, ഇടഭാഗത്തേക്ക് നോക്കിയിട്ട് കരയുന്നു. വലഭാഗത്ത് കുറെ ആൾക്കാരുണ്ട്, ആണുങ്ങളുണ്ട്, പെണ്ണുങ്ങളുണ്ട്, ഇടഭാഗത്തുമുണ്ട്. വലഭാഗത്തുള്ളവരെ നോക്കിയിട്ട് ചിരിക്കുന്നത് കണ്ടപ്പോ, ഇടഭാഗത്തുള്ളവരെ നോക്കിയിട്ട് കരയുന്നത് കണ്ടപ്പോ മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അവിടുന്ന് ജിബ്രീലിനോട് ചോദിച്ചു, ആരാണത്, എന്തിനാണ് ആദം നബി ഇങ്ങനെ കരയണത്, ചിരിക്കണത്? ആ സമയത്ത് മഹാനായ ജിബ്രീൽ പറഞ്ഞു, ആദം നബി പറഞ്ഞു എന്നാണ് ഒരു ഹദീസ്. അതേ ജിബ്രീൽ പറഞ്ഞു, അത് ആരറിയുമോ? ആ വലതു ഭാഗത്തുള്ളവർ നല്ലവരായ സച്ചരിതരായ സദ്വൃതരായ മാനവും മര്യാദയുള്ളവരായ ഈമാനും ഇസ്ലാമും ഉള്ളവരായ തഖ്വയുള്ളവരായ ആണ് പെണ്ണുങ്ങളാണ്, ആദം നബിന്റെ നല്ല മക്കളാണ്. അവരെ കണ്ടിട്ട് ആദം നബി എന്ന വാപ്പ ചിരിക്കുന്നു. അവരെ കണ്ടിട്ട് ആദം നബി എന്ന വാപ്പ ചിരിക്കുകയാണ്. രണ്ടാമത് ഇടതുഭാഗത്തേക്ക് നോക്കിയിട്ട് അവിടെ നിന്ന് കരയുന്നത് എന്തറിയാ? സുബ്ഹാനല്ലാഹ്, ഇടതുഭാഗത്തുള്ളവർ ആരറിയുമോ? ആദം നബി അലൈഹിസ്സലാമിന്റെ ധിക്കാരികളായ മക്കളാണ്, തഖ്വയില്ലാതെ ജീവിച്ചവരായ, അല്ലാഹുവിന് പൊരുത്തമില്ലാത്ത ഏർപ്പാടും ചെയ്തിട്ട് ഹറാമിയത്തായ പണികളും എടുത്തിട്ട് അല്ലാഹുവിന്റെ ലോകത്ത് ജീവിച്ച തമ്മാടികളില്ല, ആ തമ്മാടികളായ മക്കളാണവര്. ആദം നബി അലൈഹിസ്സലാം പരിചയപ്പെടുത്തുന്നു. രണ്ടാമത്തെ ആകാശത്തില് മഹാനായ ഈസാ നബിയും യഹ്യാ നബി, അവ രണ്ടാളും ഖസീന, സംബന്ധക്കാരാണ്. ഈസാ നബിന്റെ എളാമാന്റെ അല്ലെങ്കിൽ മൂത്തമാന്റെ മോനാണ് യഹ്യാ നബി. തിരിഞ്ഞിട്ടേ ബേൻ തിരിച്ചോളണം, ടൈമില്ല, 11:45 എനക്ക് തിരിക്കാൻ ടൈമില്ലേ. അവര് രണ്ടാളും സംബന്ധാണ്. മാത്രല്ല രണ്ടാളും നേരിട്ട പ്രശ്നം ഒന്ന്, ജൂതന്മാരത്. ആ വിഷയം നബി തങ്ങളെ ചൊല്ലിക്കൊടുക്കാനാണ് രണ്ടാളും അവിടെ നിന്ന് ഗേറ്റിൽ നബി തങ്ങളെ സ്വീകരിക്കാൻ. എന്റെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നെക്സ്റ്റ് പോകുന്നത് ജൂതന്മാർ തിങ്ങി നിറഞ്ഞ മദീനയിലേക്ക്. അപ്പൊ എങ്ങനെ വേണം നബിയെ, അവരെ എങ്ങനെ നേരിടണം നബിയെ, എങ്ങനെ കെയറാക്കണം നബിയെ, എത്ര കണ്ട് ജാഗ്രത പാലിക്കണം നബിയെ എന്ന് പറഞ്ഞു കൊടുക്കാൻ ആ ജൂതന്മാരെ കൊണ്ട് കൂടുതൽ പീഡനങ്ങൾ അനുഭവിക്കപ്പെട്ട ആ 2 നബിമാരാണ് അവിടെ കാത്തിരിക്കുന്നത്. ആരെല്ലാം? ഈസാ നബിയും യഹ്യാ നബിയും. ഈസാ നബി അലൈഹിസ്സലാം യഹ്യാ നബിനെ ജൂതന്മാർ കൊന്നു, നിഷ്ഠൂരമായി കൊന്നു യഹ്യാ നബിയെ. ഈസാ നബിയെ കൊന്നിട്ടില്ല, ഭീകരമായ നിലക്ക് ഉപദ്രവിച്ചോ. പക്ഷെ കൊല്ലുന്നതിന് മുന്നേ റാഫിഉക ഇലയ്യ, അല്ലാഹു തആലയിലേക്ക് ഉയർത്തി. അവിടെ ഉണ്ട് അയില് കാണുന്നതെല്ലാം കളോ, അങ്ങനെ കാണുന്നില്ല വെച്ചിട്ട്, അതാരെയോ കുറ്റടിച്ചിട്ട്. വലാകിൻ ശുബ്ബിഹ ലഹു, അതവർക്ക് മിസ്അണ്ടർസ്റ്റാൻഡിങ് ആയതാ. കൊന്നിട്ടില്ല, കൊല്ലം കഴിയില്ല. ഈസാ യൻസിലു ഈസാ മിൻ ബിനാറത്തിൽ ബൈളാ മിൻ ദിമസ്ക്. ഇൻഷാ അല്ലാഹ് വരും, അടുത്ത് വരും ഈസാ നബി ആടുന്ന് കഴിഞ്ഞിട്ട്. മലായികത്തീങ്ങളെ ചിറകിലേറിയിട്ട് മഹാനായ ഈസാ ഇൻഷാ അല്ലാഹ് അവിടുന്ന് ഡമസ്കസ് പള്ളിയുടെ മുകളിൽ ഇറങ്ങി വരും. എന്നിട്ട്
ഇന്ന് നടക്കുന്ന എല്ലാ ആക്രമണങ്ങൾക്കും പ്രതികാരം ചോദിക്കും, പകരം ചോദിക്കും, അനീതി എടുത്തു കളയും, നീതി നടപ്പിലാക്കും, ശാന്തി നടപ്പിലാക്കും, സമാധാനം നടപ്പിലാക്കും, അല്ലാഹുവിനോടുള്ള തഖ്വയും ഈമാനും ഇവിടെ നടപ്പിലാക്കും. എല്ലാവരെയും ഒരേ കണ്ണുകൊണ്ട് കാണോ, എല്ലാവർക്കും സേവനം ചെയ്യോ. ആ നിലക്ക് വരുന്നവരാണ് രണ്ടാമതായി മഹാനായ ഈസാ. ഈസാ മൂന്നാമത്തെ ആകാശത്തിലെ ഹാറൂൻ. മൂന്നാമത്തെ ആകാശത്തിൽ ഇദ്രീസ്, നാലാമത്തെ ആകാശത്തിലെ ഹാറൂൻ അല്ലേ, ആറാമത്തെ ആകാശത്തിലെ മഹാനായ മൂസ, ഏഴാമത്തെ ആകാശത്തിലെ മഹാനായ ഇബ്രാഹിം. 7 ആകാശങ്ങളിൽ 8 നബിമാർ. ഈ മൂസാ നബി അലൈഹി ഇസ്ലാമിനെ 6ാമത്തെ ആകാശത്തിൽ കാണുന്നതാണ്. അതിന്റെ ഇടയിൽ ഈ മഹാൻ ആടെ എത്തിന് പിന്നെ 3 എടുത്തുണ്ടായി. 3 സഹിയായ ഹദീസാണ്. ഒന്ന് റഅയ്തു മൂസ ഖായിമൻ യുസല്ലി ഫി ഖബ്രി, മൂസാ നബിന്റെ ഖബർ സിയാറത്താക്കുമ്പോൾ മൂസാ നബി ഖബറിന്റെ ഉള്ളിൽ നിസ്കരിക്കുന്നുണ്ടായി. ഫസ്റ്റ് ബയ്യ മസ്ജിദുൽ അഖ്സയിലേക്ക് പോയി. അവിടെ എല്ലാം 1.25 ലക്ഷത്തോളം നബിമാരെയും അല്ലാഹു തആല ഒരുമിച്ച് കൂട്ടി. 1,24,000 നബിമാരെ അവിടെ അല്ലാഹു ഒരുമിച്ച് കൂട്ടുന്നു. എന്നിട്ട് അല്ലാഹു തആല മുസ്തഫായ നബി തങ്ങളോട് പറഞ്ഞു, നബിയേ അവർക്കെല്ലാവർക്കും ഇമാമായിട്ട് നിസ്കരിച്ചോളൂ. നബി തങ്ങളെ ലീഡർഷിപ്പ് വെളിവാക്കപ്പെട്ട സമയമാണ്. ബൈത്തുൽ മുഖദ്ദസിലെ ഈ മഹാസംഗമം എല്ലാ നബിമാർക്കും ഇമാമായിട്ട് ഹബീബായ നബി തങ്ങൾ നിസ്കരിച്ചോ. എല്ലാ നബിമാരും മുസ്തഫായ നബി തങ്ങളെ നേതൃത്വം അംഗീകരിച്ചോ. അപ്പോഴാണ് അല്ലാഹുവിന്റെ ആയത്തിറങ്ങുന്നത്. നബിയേ, ഈ കൂടിയ 1,24,000 വരുന്ന നബിമാരോട് ചോദിക്കൂ നബിയേ, വസ്അൽ മൻ അർസൽനാ മിൻ ഖബ്ലിക മിൻ റുസുലിനാ അജഅൽനാ മിൻ ദൂനിർ റഹ്മാനി ആലിഹതൻ യുഅ്ബദൂൻ. ചോദിക്കൂ നബിയേ അവരോട്. ഇപ്പൊ കേട്ടിട്ട് ഒരു ഉറപ്പ് നീക്കോ. എന്ത് ഉറപ്പ്? എന്ത് കേൾക്കണ്ടേ? അല്ല, അല്ലല്ലാത്ത ഒരാളെ ആരാധിക്കാൻ വേണ്ടിയിട്ട് നിങ്ങളോട് പറഞ്ഞു ഞാൻ ഇപ്പൊ കേട്ടോളി നബിയെ, നിങ്ങൾക്ക് ഡൗട്ട് ഉണ്ടെങ്കിൽ ഇപ്പൊ കേട്ടിട്ട് തീർത്തോളി. ഇല്ല, അള്ളാനെ മാത്രം ആരാധിക്കണമെന്നാണ് ഇവരോടും പറഞ്ഞത്, ഇവർ ലോകത്തോടും പറഞ്ഞു. അവിടെയും മൂസാ നബിയുണ്ട്, അവിടെയും മൂസാ നബിയുണ്ട്. അതേ മൂസ പിന്നീട് അതാ 6ാം ആകാശത്ത്. ആ മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാം 6ാം ആകാശത്ത് നിന്ന് 5ാമത്തെ, ഞാൻ നേരത്തെ ഒന്ന് പറഞ്ഞിട്ടില്ല ഒന്നുമില്ലേ, യൂസുഫ് നബിനെ പറഞ്ഞിട്ടാ 5 പറഞ്ഞിട്ടില്ലേ, അവിടെയാണ് യൂസുഫ് നബി അലൈഹി സ്വലാം. യൂസുഫ് നബി അലൈഹി സ്വലാത്തു വസ്സലാം നബി തങ്ങളെ സ്വീകരിച്ചിട്ട് പറഞ്ഞൊരു കാര്യമുണ്ട്. യൂസുഫ് നബിനെ കാണാൻ വേണ്ടിയിട്ട്, ബേട്ടിയാവാൻ വേണ്ടിയിട്ട് അല്ലാഹു തആല ചാൻസ് കൊടുത്തതിനറിഞ്ഞ ഇനി ഇൻഷാ അല്ലാഹ് അടുത്ത കൊല്ലം ഈസാ നബിന്റെ ഒരു സ്വഭാവം നബി തങ്ങൾ മദീനയിൽ കാട്ടണം, അല്ലെങ്കിൽ കുറച്ച് കഴിഞ്ഞിട്ട് മക്കക്കാരോട് കാണിക്കണം. അതെന്ത് 2 പാടാണ് ഈ യൂസുഫ് നബി അലൈഹി സ്വലാമിനെ കാണുന്നത് കൊണ്ട്, അല്ലെങ്കിൽ കാട്ടല് കൊണ്ട്, ഈ യൂസുഫ് നബി അലൈഹി സ്വലാമുമായിട്ടുള്ള ബേട്ടിയാവല് കൊണ്ട് അല്ലാഹു തആല പഠിപ്പിച്ചത് 2 പാഠം. ഒന്ന്, യൂസുഫ് നബിക്കുണ്ടായ എല്ലാ അനുഭവവും നബിയെ നിങ്ങൾക്കുണ്ടാവും. യൂസുഫ് നബിക്കുണ്ടായ അനുഭവം എന്ത്? കഷ്ടപ്പാടും വിഷമവും ബേജാറും കുത്തും തല്ലും എല്ലാം യൂസുഫ് നബിക്ക് ഉണ്ടായത് ആരുതറിഞ്ഞ? നാട്ടുകാരതല്ല, സ്വന്തം പേർക്കായിരുന്നു അല്ലേ? ഇളയമൂത്തമാരെല്ലാം കൊണ്ടേരി കിണറ്റിലേക്ക് എറിഞ്ഞേ, ഓറനല്ലേ കൊല്ലാൻ കൊണ്ടായേ. ബാപ്പ ഞങ്ങളൊക്കെ ബെർട്ട്, ഞങ്ങൾ ക്രിക്കറ്റ് കളിപ്പിക്കാം, ബോൾ ഇട്ട് ഞങ്ങൾ ബാറ്റ് പിടിക്കാം. അപ്പോളേ ബാപ്പ ചൊല്ലി പോണ്ടോ, പോണ്ട വേണ്ട, നിങ്ങൾ പോയി നിങ്ങൾ കളിച്ചിട്ട് വരും. കിടാൻ എന്നെ പന്തം പിടിച്ചു, ഞാൻ പോന്നു ബാപ്പ, നിങ്ങൾ ഇത്ര വിശത്തിൽ എന്നെ പോറ്റുന്നു. ഞങ്ങൾക്ക് തിരിയുന്ന ഭാഷയിൽ ചെന്ന് അന്നേ ക്രിക്കറ്റ് ഉണ്ടായെന്ന് കേട്ടിട്ടുണ്ടായിനി. തിരുന്ന ഭാഷയിലെ ചെല്ലിച്ചെങ്കിൽ പിന്നെ നന്നായ തോന്നണമെന്നില്ലല്ലേ. ഏതായാലും കുഞ്ഞിന്റെ നിർബന്ധവും ഇവരെ വക്രബുദ്ധിയും എല്ലാം കാരണം കിടാവിനെ വിട്ട് അവസാനം അവർ ആ കിടാൻ എന്താക്കി കൊണ്ടേറ്റ് പൊട്ടക്കിണറിലേക്ക് ഇട്ടു. വളരെയധികം ഭീകരമായ രീതിയിൽ പീഡിപ്പിച്ചു. എന്നാൽ നബിയെ നിങ്ങൾക്കും ഇതേ അനുഭവം ഇനി വരും, വന്നിട്ടുമുണ്ട്. സ്വന്തക്കാരാണ്, ഖുറൈശികളാണ് നിങ്ങളെ ഏറെ വേദനിപ്പിച്ചത്, കല്ലെറിഞ്ഞത്, മദീനയിലെ കാട്ടിപ്പായിച്ചത്. എന്നിട്ടതാ വർഷങ്ങൾ കഴിഞ്ഞിട്ട് ആ അനുജന്മാരെ ചേട്ടന്മാരെ, കിണറിലേക്ക് എറിയപ്പെട്ട ചേട്ടന്മാർ അനുജന്മാർ
ഉപദ്രവിച്ച കുടുംബക്കാർ, വേണ്ടപ്പെട്ടവർ, അവരെല്ലാവരെയും കണ്ടപ്പോ മഹാനായ യൂസുഫ് നബി അലൈഹിസ്സലാത്തു വസ്സലാം ആ ജേഷ്ഠനുജന്മാരോട്, സഹോദരന്മാരോട് പറഞ്ഞെന്തറിയോ? സൂറത്ത് യൂസുഫിലുണ്ട്, മറിച്ചു നോക്ക്. അല്ലേ, സൂറത്ത് യൂസുഫ് കണ്ടിനെ? 111 ആയത്തുണ്ട്, 111. വേണമെങ്കിൽ നോക്കി, ഡൗട്ട് ഉണ്ടെങ്കിൽ. എന്തെങ്കിലും ഏറി ഞാൻ കുറഞ്ഞ നാളെ ഫോണാക്കി അടിച്ചല്ലേ, നിങ്ങൾ ക്ലിപ്പാക്കിയിട്ട് പുളിപ്പാക്കിയിടേ. സൂറത്ത് യൂസുഫ് ഓതണോ? അത് എപ്പോഴും ഓതണോ? നല്ലോണം ഓതണ്ട ആരറിഞ്ഞാ ഈ മാപ്പിള പെഞ്ഞായിമാർ എപ്പോൾ ഈ കുറുകുറു കുസുകുസായിക്കൊണ്ടിരിക്കുന്ന ഒരു സമാധാനം ഇല്ല. ഓ മുണ്ടിങ് ഓക്കാന്നില്ല, ഓ മുണ്ടിങ് അവനാന്നില്ല, എന്ത് മുണ്ടിങ് അരസാണ്. പുറത്തു പോയെങ്കിൽ ഭയങ്കര ചമ്പാപ്പ് പോലത്തെ വിഷയം. അളിയാ ബ്രോ ചെങ്ങായി ആയിക്കോട്ട് വരുന്ന പരലോളത്തിന് കാട്ടുകന്നാലിയെ ശൈത്താനെ മാരി അത് ഇത് ഇവിടെ എത്തുമ്പോൾ വിഷയമേ ജയിച്ച്, ഭാഷ എന്നെ ജയിച്ച്. ഓളും അങ്ങനെ പുറത്തെല്ലാം അവിടെ തെങ്ങിന്റെ പുറത്ത് നിന്നിട്ട് അപ്പുറത്തെ പെണ്ണുങ്ങളിൽ യാള് എന്ത് വിഷയമായിക്കൊണ്ടായി ഇറങ്ങിയ യാളാ എന്തായി കിടാൻ്റെ ഷുഗർ എന്തായി, ഉമ്മാമൻ്റെ പ്രഷർ എന്തായി, എന്ത് കറിയുന്നുണ്ട്, എന്ത് റാഹത്തല്ലേ, ഇതെന്ത് ഈ സിമെൻറ്റെല്ലാം പോയി എന്ത് കറ പിടിച്ചിട്ട് ഞാൻ പുതിയ സിമെന്റ് പോയി കൊടുക്കുന്ന, പൈൻറ്റ് പോയി കൊടുക്കുന്ന, നല്ല വിഷയാക്കിയിട്ട് ചിരിച്ചോണ്ടുണ്ടായ പെണ്ണ് ഓനെ കാണണമെങ്കിൽ ഭദ്രകാളി എന്ത് ഇങ്ങനെ നമുക്കറിയില്ല എന്തത് മാട്ടമന്ത്രം എന്താക്കി എന്തല്ല സംഗതി. എന്താ പറഞ്ഞ മാപ്പിളന്റെ ബഹുമാനം ഓക്കറിയല്ല, ഓ എന്ത് എന്നുള്ള ആ ചിന്ത ഓനും ഇല്ല. ഒന്നാമത് ദീന് നോക്കിയിട്ട് രണ്ടാളും കെട്ടിയിട്ടില്ല, ചന്തവും വെളുപ്പും നോക്കിയിട്ട് കെട്ടി, കുറച്ച് പൈസ എല്ലാം നോക്കിയിട്ട് കെട്ടി പിന്നെ കണ്ണും പൊട്ടി. പായനത്തന്നെ വേറൊന്നുമില്ല. മഹാന്മാർ കിതാബിൽ പറഞ്ഞ കാണാ, ഭാര്യ ഭർത്താക്കന്മാർക്കിടയിലുള്ള സംശയ രോഗം മാറാൻ, അവർക്കിടയിലുള്ള കുസുകുസു മാറാൻ, അവർക്കിടയിൽ മഹബത്ത്, ഇൽഫത്ത്, മുആശറത്ത് എല്ലാം കൂടി വരാൻ, അവർക്കിടയിൽ പിരിശപ്പാടുണ്ടാവാൻ നിങ്ങൾ കൊറകജന്റെ കട്ടക്ക് പൂജാക്കാൻ പോണ്ട, സെട്ടിന്റെ അടുത്തേക്ക് ഹോമം വെക്കാൻ പോണ്ട, മന്ത്രവാദിന്റെ അടുത്ത് പോയിട്ട് പൈസ കൊടുത്തിട്ട് മന്ത്രിപ്പിക്കണ്ട. നിങ്ങൾക്കിടയിൽ പിരിശപ്പാട് കൂടാൻ സൂറത്ത് യൂസുഫ് പതിവായി ഓതുക. മുസ്തഫായ റസൂലുള്ളാഹി എന്നിന് പോയിട്ട് ആരാന്റെ മന്ത്രവാദിന്റെ അടുത്ത് പോയിട്ട് ഈമാന് കളയണോ? ഖുർആൻ ഓതിയെങ്കിൽ ആഖിറത്തിൽ കൂലി മാത്രമല്ല, ഖുർആൻ ഓതിയെങ്കിൽ ദുനിയാവിൽ ഗുണം മാത്രമല്ല, ദുനിയ ഖുർആൻ ഓതിയെങ്കിൽ എല്ലാം ഉണ്ട്. ഭാര്യ ഭർത്താക്കന്മാർക്കിടയിലുള്ള പിണക്കം മാറാൻ, അവർക്കിടയിലുള്ള ഇണക്കവും പിരിശപ്പാടും കൂടാൻ നിങ്ങൾ സൂറത്ത് യൂസുഫ് ഓതുക. മംഗലാവത്തോറ് ഓതിയിട്ടുണ്ടാവലെന്ന് തോന്നുന്നു. ഏതായാലും 40 കൂടുമ്പോ ഒരു ഹത്തങ്ങ് ഓതണോ, അപ്പൊ ഒരു വട്ടെങ്കിലും ഓതേണ്ടതായിരുന്നു. ആയി സാരില്ല, മംഗലായോറോദീന അല്ലെ ചിരിക്കാൻ പറയുന്നതല്ലേ. ഇനി യാസീൻ എന്നറിയല്ലേ, പിന്നല്ലേ യൂസുഫ്. ഏതോ ഒരു ചങ്ങായി പെണ്ണോക്കാൻ പോകാല്ലേ പൈസ. കേട്ടണ കഥ കേട്ടണ? അവന്റെ പേര് മുഹമ്മദ് യാസീൻ, നല്ല പേര്. പുതിയാപ്പിളുടെ പേര് മുഹമ്മദ് യാസീൻ. അല്ല മുഹമ്മദ് യാസീൻ, പുതിയാപ്പിളുടെ പേര് മുഹമ്മദ് യാസീൻ. അവനും അവന്റെ 2 ചങ്ങായിമാർ യൂത്ത് വിങ്ങിന്റെ രണ്ടാൾ, ഒന്ന് മുഹമ്മദ്, ഒന്ന് യൂസുഫ്. ഒരു 3 ആളും പോയി. മുന്നേ ഏകദേശം പെണ്ണെല്ലാം ആവുന്നല്ല, അതിൻ്റെ ഇടയിൽ പുതിയാപ്പിള ഇന്നലെ വന്ന് ഗോവൻ അങ്ങനെ വിളിച്ചോണ്ട് പോയിനു അവനെ. അങ്ങനെ പോയിട്ട് അവിടെ എത്തിയിട്ടാകുമ്പോൾ പെണ്ണിന്റെ ഉപ്പെന്താക്കി അറിഞ്ഞാ ഓരോ ഇരുത്തിട്ട് വിഷയാക്കി നല്ല മാംഗോ ജ്യൂസ് എല്ലാം കൊടുത്തിട്ട് സോഫ സെറ്റിൽ ഇരുത്തിയിട്ട് കുടിക്കുന്നതിൻ്റെ ഇടയിലും ബാപ്പ കേട്ട്, പെണ്ണിന്റെ ബാപ്പ കേട്ട്, എന്തും വന്നിന്റെ പേര് പുതിയാപ്പിളുടെ ചങ്ങായിന്റെ, മൈ നെയിം ഈസ് ഇബ്രാഹിം. യൂസുഫ്, മാഷാ അല്ലാ, യൂസുഫ് നല്ല പേരാ, നല്ല പേര്. യൂസുഫ് നബിന്റെ പേരാവാ. യൂസുഫ് നബിന്റെ പേരൊന്നും മാത്രമല്ല ഉമ്മ, യൂസുഫ് സൂറത്ത് തന്നെ ഉണ്ട് ഖുർആനിൽ. ആ നിന്റെ പേരിൽ, ആ നബിന്റെ പേരിൽ ഒരു സൂറത്ത് തന്നെ ഉണ്ട്. ചെല്ലുമ്പോ യൂസുഫ് ചെല്ലിയാൻ തെറിഞ്ഞ എനക്കറിയോ ആചാർ, ഞാൻ മദ്രസിൽ പഠിച്ചിന്, ഞാൻ നന്നായിട്ടത് ഓതീന് എന്ന് പറഞ്ഞെന്ന് മാത്രമല്ല, സൂറത്ത് യൂസുഫിന്റെ 4-5 ആയത്ത് മണി പോലെ ഓതിയ കേൾക്കുമ്പോ കാക്ക ഖുസിയായി. മാഷാ അല്ലാ, ഖുസിയാവാണ്ടിരിക്കുക. ഇത്ര ശബ്ദത്തിൽ ഓതി പിന്നെ മുഹമ്മദ് യാസീൻ ഞങ്ങൾ ഓതും പുതിയാപ്പിളെ. ഓൻ യൂസുഫ് നിങ്ങൾ ഓതി ചെല്ലണ. രണ്ടാമത്തെ കേട്ടെ, യുവർ നെയിം, വാട്ട് ഈസ് യുവർ നെയിം, എന്തും നിന്റെ പേര്, നിന്റെ പേര് ക്യാ നാം ഹേ? അപ്പൊ അയാൾ പറഞ്ഞു എന്റെ പേര് മുഹമ്മദ്. റസൂലുള്ളാഹിന്റെ പേര് കുഞ്ഞ്, റസൂലുള്ളാഹിന്റെ പേര് മാത്രല്ല സൂറത്ത് മുഹമ്മദ് എന്ന് പറഞ്ഞിട്ട് ഖുർആനിൽ ഒരു സൂറത്തുണ്ട് എന്ന് പറഞ്ഞപ്പോ മുഹമ്മദും പറഞ്ഞെന്തറിഞ്ഞ എനക്കറിയോ ആജിക്ക, ഞാനത് ഓതലുണ്ട്, ഓതിയിട്ടുണ്ട്, പഠിച്ചിട്ടുണ്ട് എന്ന് പറഞ്ഞിട്ട് സൂറത്ത് മുഹമ്മദിന്റെ മണിമണിയായിട്ട് 5-6 ആയത്ത് മുഹമ്മദും ഓതി. എന്നാരില് പേര് കേൾക്കണ്ടിയേ? പുതിയാപ്പിളുടെ പേര് കേട്ടാ മോൻ ചെല്ലം തെറിഞ്ഞ എടുത്ത വായിക്ക്. എന്തുമ്പോ നിന്റെ പേര് എടുത്ത വായിക്ക് ചെല്ലം തെറിഞ്ഞ ആജിക്ക, എന്റെ പേര് മുഹമ്മദ് യാസീന്. ആയെങ്കിലും നാട്ടുകാരെല്ലാം വിളിക്കുന്ന കുള്ളുള്ള വാഹദ്.
സംഗതി എന്താ പറഞ്ഞ ഓൻ യാസീൻ ഓതാൻ അറിയുന്നില്ല, ഓർ ഓതിനല്ലേ, യൂസുഫും മുഹമ്മദും ഓതിയല്ലേ. ഇനി എന്നെ കൊണ്ട് ഓദിച്ചെങ്കിലേ ചട്ടി മണ്ണാവും. ഓ മുന്നനെ ചെല്ലിട്ടോ വേറെ അങ്ങനെങ്കിലും എന്നെ വിളിക്കുന്ന കൊള്ളുള്ളവായത് ഹെറാകാലില്ലല്ലേ, എനിക്ക് ഏറ്റവും കൊള്ളുള്ള ഓതിങ്ങായാലും. നിങ്ങൾ ചിരിക്കുന്ന കാണുമ്പോൾ ഡൗട്ടുണ്ട്, നിങ്ങളും പോയോടെ ഇങ്ങനെ ചെന്നാന്നല്ലേ. നന്നായിട്ട് ഓതണം സൂറത്തു യാസീൻ. ലികുല്ലി ഷൈഇൻ ഖൽബുൻ വഖൽബുൽ ഖുർആനി സൂറത്തു യാസീൻ. ഹബീബുൽ വറാ റസൂലുള്ളാഹി വിശുദ്ധ ഖുർആനിന്റെ കൽബാണ്, ഹൃദയമാണ്, അതിന്റെ സെന്റർ ഫോർവേഡ് ആണ് വിശുദ്ധ യാസീൻ. സൂറത്തു യാസീൻ ലിമാ ഖുരിയാ, എന്ത് കാര്യം കരുതിയിട്ട് നിങ്ങൾ ഓതിയാലും സക്സസ് ആവാനുള്ളതാണ് സൂറത്തു യാസീൻ. നിങ്ങൾ എന്ത് കാര്യമുണ്ടെങ്കിലോ യാസീൻ ഓതിക്കോ. യാസീൻ ഓതിയിട്ട് ദുആരുന്നോ, നിങ്ങളെ കാര്യമല്ല സാധിപ്പിച്ചു തരും കേട്ടോ. മാത്രമല്ല മുസ്തഫ റസൂലുള്ള പറഞ്ഞല്ല, ഒരാള് രാവിലെയാണ് യാസീൻ ഓതുന്നതെങ്കിൽ ഒരു വട്ടം, വഫീ റിവായത്തിൻ 3 വട്ടം. ഏതുവാകട്ടെ ഒരാള് രാവിലെയാണ് യാസീൻ ഓതുന്നതെങ്കിൽ അന്ന് വൈകുന്നേരം വരെ അയാൾക്ക് ദീർഘായുസ്സുണ്ട്, അയാള് മരിക്കില്ല, ആയുസ്സിൽ ബർക്കത്തുണ്ട്. ഒരാള് പിന്നെ മാരിബിനാണ്, പിന്നെ വൈകുന്നേരമാണ് യാസീൻ ഓതുന്നതെങ്കിൽ ഒരു വട്ടമോ, വഫീ റിവായത്തിൻ 3 വട്ടമോ. ഒരാള് മാരിബിന്റെ നേരത്താണ് യാസീൻ ഓതുന്നതെങ്കിൽ പിറ്റേന്ന് രാവിലെ വരെ അയാൾ ആയുസ്സിൽ വർധനവുണ്ട്, അയാൾക്ക് ആയുസ്സിൽ ബർക്കത്തുണ്ട്, അയാൾക്ക് മരണമില്ല. ഹബീബുൽ വറാ റസൂലുള്ളാഹ്. നന്നായിട്ട് ഓതണം, എപ്പോഴും ഓതണം, ധാരാളം ഓതണോ, നന്നായിട്ട് ഓതണോ. കാണാതെ ഓതാൻ അറിയുന്നെങ്കിലോ നോക്കിയിട്ട് ഓതിക്കോ. നോക്കിയിട്ട് ഓതിയെങ്കിൽ 2 കൂല്, മുസാഫ് നോക്കിയിട്ട് ഓതിയെങ്കിൽ 3 കൂലി. കാണാതെ ഓതിയങ്ങ് ഓതി എന്റെ കൂലി, നോക്കിയിട്ട് ഓതിയങ്ങ് 2 കൂലി. മൊബൈലിലുള്ള ആപ്പ് നോക്കിയിട്ട് ഓതിയങ്ങ് 2 കൂലി. ഒന്ന് ഓതിയത് പിന്നെ ഒന്ന് നോക്കിയിട്ട് ഓതിയല്ലേ. മുസാഫാണ് നോക്കിയിട്ട് ഓതിയെങ്കിലും 3 കൂലി. എന്റെ മുസാഫാണത്, മൊബൈലല്ല. പുരിഞ്ചിതാ തിരിഞ്ഞിട്ടേ. അള്ളാഹു നമുക്ക് തൗഫീഖ് നൽകട്ടെ. നല്ലോണം ഓതണം ഖുർആൻ, ആനല്ലേ അല്ല. ഏതുവാകട്ടെ ഞാൻ നിർത്തുകയാ, അവസാനിപ്പിക്കുകയാ. 12 കഴിഞ്ഞു. സോറി. നിങ്ങളെ ഇരുത്തം കണ്ടിട്ടാകുമ്പോ ഞാനത് അറിഞ്ഞേ ഇല്ല, എന്റെ വിഷയം ഏടെ എത്തിയിട്ടില്ല. അല്ലാഹ് കബൂലാക്കട്ടെ. അള്ളാഹു എനിക്കും നിങ്ങൾക്കും ഉപകാരപ്പെടുത്തട്ടെ. അള്ളാഹു എനിക്കും നിങ്ങൾക്കും ഉപകാരപ്പെടുത്തട്ടെ. അള്ളാഹു ഞങ്ങളെ ഇൽമിൽ സിയാദത്തും ബർക്കത്തും നൽകട്ടെ. അള്ളാഹു ഞങ്ങളെ ഇൽമിനെ ആഫിയാക്കട്ടെ. ആകാശം കഴിഞ്ഞ് അള്ളാഹനെ കണ്ടോ, അള്ളാഹനെ കണ്ടോ. അള്ളാഹനെ കണ്ട നേരം ഹബീബായ നബി തങ്ങൾ എല്ലാം മറന്നിട്ട് അവിടെ നിന്ന് പറഞ്ഞു, അള്ളാഹോട് പറഞ്ഞു, അത്തഹിയാത്തുൽ മുബാറകാതുസ് സലവാതു ത്വയ്യിബാതു ലില്ലാഹ്. എല്ലാ ദക്ഷിണകളും, എല്ലാ കാണിക്കകളും, എല്ലാ തിരുമുൾ കാഴ്ചകളും ലില്ലാഹ്, അല്ലാഹ് നിനക്കാണ് റബ്ബ്, നിനക്കാണല്ലാഹ്. അത്തഹിയാത്തുൽ മുബാറകാതുസ് സലവാതു ത്വയ്യിബാതു ലില്ലാഹ്. ചൊല്ല് അത്തഹിയാത്തു, ചൊല്ല്. അത്തയ്യിബാത്തു നല്ല നിസ്കാരത്തിൽ ഓതുന്നത് കണ്ടീഷൻ ആക്കണോ, നേരാക്കണോ. ഞാൻ ഒരാളിൽ ചെല്ലു ഞാൻ ഒരാളിൽ ചെല്ലി അയാൾ ഇതേപോലെ അത്തയ്യിബാത്തു ചൊല്ലി കൊണ്ടായി. അത്തയ്യിബാത്തൂന്ന് അത്തയ്യിബാത്തൂന്ന് അറിയാല, അങ്ങനെ ഓതിക്കൊണ്ടാ. അപ്പൊ ഞാൻ ചെല്ലിയേ അങ്ങനെ അത്തയ്യാത്തോന്നു, തഹിയാത്തുന്നല്ല തഹിബാത്തുന്നല്ല. അപ്പൊ നേരാക്കണോ ചെല്ലേ, നേരാക്കണോ നിങ്ങൾ 2 കൂറി ഞാൻ ശരിയാവും, അത് ക്ലിയർ ആവും, സാരില്ല. അപ്പോൾ എനിക്ക് ചെല്ലുന്ന പറഞ്ഞ ആൾക്കൊരു 68, 69, 72 വയസ്സുണ്ട്. ആ നിസ്കാരത്തിന്റെ കാലം കണ്ടെങ്കിൽ ഇത്ര വലുത്. ഞാൻ അയാൾ ചെല്ലി നിങ്ങൾ നേരാക്കണോ, ഇതിനെ ക്ലിയർ ആക്കണോ, അങ്ങനെ ഓതി ശരിയാവല്ല. അപ്പൊ അയാൾ എന്നോട് ചെല്ലാൻ പറഞ്ഞ, ഉസ്താദേ ഇത്ര ആണ്ടി എന്നെ പോയി, എന്നെ പോട്ടു ಸಂಪಾದಕ ನೀ
എന്ത് നേരാണ്ട് നാളെ ആഖിറത്തിൽ ഇത് വേണ്ടേ, ലിസ്റ്റിൽ വേണ്ടേ നിസ്കാരം? ഉസ്താദ് 78 ഇങ്ങനെ പോയി ഇങ്ങനെ പോട്ടു എങ്ങനെയുണ്ട്? അങ്ങനെ ചെല്ല മനുഷ്യന്റെ മൊബൈൽ നോക്കുമ്പോ ഗൂഗിൾ പേ ഉണ്ട്, ഫോൺ പേ ഉണ്ട്, എല്ലാം ഡൗൺലോഡ് ആക്കിയിട്ട് സെറ്റ് ആക്കി വെച്ചിന്. ഇത്ര ആണ്ട് ഇങ്ങനെ പോയിനല്ലേ, ഇങ്ങനെ പോട്ടെന്നാലും ജലിറ്റയില്ല. അത് നോക്കുമ്പോ അതെല്ലാം കറക്റ്റ് ആക്കി വെച്ചിന് അവിടെ, അതിനെല്ലാം സെറ്റാക്കി വെച്ച്. അപ്പൊ അത് വെക്കുമ്പോ അയാൾ ജലിറ്റ ഇത്രാണ്ട് ഇങ്ങനെ പോയിനല്ലേ, ഇങ്ങനെ പോയിട്ട് ഫോൺ പേ വേണ്ടും ജലിറ്റ. ഇവ ഈ അദ്ദേഹത്തിന്റെ വിഷയമാണ് ഇങ്ങനെ പോട്ടോ പോകാം, നാളെ അവിടെയും പോകും. അള്ളാഹു ഞങ്ങളെ കാക്കട്ടെ. നമുക്കൊന്നും വേറെ പറയാനില്ല. മുസ്തഫായ നബി തങ്ങളെ കണ്ടപാടല്ല പറഞ്ഞു, അസ്സലാമു അലൈക അയ്യുഹൻ നബിയോ, നബിയേ അങ്ങയുടെ മേലിൽ എന്റെ സലാം, എന്റെ ശാന്തി, എന്റെ രക്ഷ, എന്റെ അനുഗ്രഹം അങ്ങയുടെ മേലുണ്ടാകട്ടെ നബിയെ. നീട്ടുന്നില്ല, ഉടനെ നബി തങ്ങൾ ഞങ്ങളെ ഓർത്തു. അള്ളാഹുവിന്റെ സന്നദ്ധിയിൽ രാജാതിരാജനായ റബ്ബിന്റെ ഹദ്റത്തില് ഞങ്ങളെ ഓർത്തു, നിങ്ങളെ ഓർത്തു, എന്റെ ഉമ്മ നിങ്ങളെ ഓർത്തു. പൊന്നുപകളെ മുസ്തഫായ നബി തങ്ങൾ അവിടെ പോലും നിങ്ങളെ ഓർമ്മിച്ചോ. ഉടനെ നബി തങ്ങൾ പറഞ്ഞെന്തറിയാ, എനിക്ക് മാത്രം പോരാ അല്ലാ, നിന്റെ സലാം, നിന്റെ രക്ഷ, നിന്റെ ശാന്തി, നിന്റെ അനുഗ്രഹം എനിക്ക് മാത്രം മതിയാവല. വഅലാ ഇബാദില്ലാഹി സ്വാലിഹീൻ, ഞങ്ങൾക്കെല്ലാവർക്കും വേണോ അല്ലാ, മാടന്നൂറുകാർക്ക് വേണോ അല്ലാ, പരിസരക്കാർക്ക് വേണോ അല്ലാ, മുസ്തഫായ റസൂലുള്ളാഹ്. ഹബീബായ നബി തങ്ങൾ അല്ലാഹനെ കണ്ടു തിരിച്ചു വന്നു. 5 നേരം നിസ്കാരവുമായിട്ട് അല്ലാഹു തആലയുടെ മുറ പോലെ നിസ്കരിക്കാൻ നമുക്ക് തൗഫീഖ് നൽകട്ടെ. ഇനി ഇതിന്റെ അപ്പുറമൊന്നും പറയാനുള്ള സമയമില്ല. നാളെ മറ്റന്നാളും പരിപാടിയുണ്ട്.